പുതിയ ഡ്രസ്സാ മോനെ. പുതിയ ഡ്രസ്സോ? ഇന്നെന്റെ ബർത്ത്ഡേയോ വിശേഷ ദിവസമോ ഒന്നും അല്ലല്ലോ. പിന്നെ പുതിയ ഡ്രസ് എന്തിനാ അച്ഛാ? ഈ ദിവസം നമ്മുടെ നാട് വിജയിച്ച ദിവസമാ. നാട് വിജയിച്ച ദിവസോ എന്ന് പറഞ്ഞ എന്താ അച്ഛാ? നമ്മൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുന്നതിനെയാ മോനെ വിജയമെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാനൊന്ന് ആഗ്രഹിക്കാൻ പോവാ. എന്താടാ? ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നു മുതൽ എല്ലാ ദിവസവും ഞാനേ ജയിക്കുള്ളൂ. ശരി വാ, തല ചെയ്തരാ. വേണ്ട അച്ഛാ, ഇപ്പൊ ഇതാ സ്റ്റേ. നീ കണ്ടു അമ്മു നന്നായി ഒരുങ്ങി വരുന്നത്. അപ്പൊ അമ്മു അമ്പലത്തിലേക്ക് വരുന്നുണ്ടോ അച്ഛാ? അവിടെ വിളക്ക് കത്തിക്കുന്നത് അമ്മുന്റെ കൈ കൊണ്ടല്ലേടാ. അച്ഛൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ഞാനൊന്ന് ഡ്രസ് ചെയ്യട്ടെ. ഇവിടെ ഇരുന്ന് എന്തെടുക്ക അച്ഛനും മോനും കൂടി? അവിടുന്ന് ഇപ്പൊ ചേച്ചിയൊക്കെ പുറപ്പെട്ട് കാണും. വേഗം ഒന്ന് റെഡി ആയി വന്നേ. നേരത്തെ വന്നാണോന്നാ ഞാൻ വിചാരിച്ചത്. നമസ്തേ നമസ്തേ മസ്തേ. എന്താ ഇത്? വീട്ടിലെ ചീപ്പൊന്നും ഇല്ലേ? ഈ രണ്ട് കുടുംബങ്ങൾ കാണുമ്പോ ഞങ്ങൾക്ക് ശരിക്കും അസൂയ തോന്നുവാ. ശരിയാത്. നിങ്ങളുടേത് പോലുള്ള സ്നേഹം പുരാണങ്ങളിലോ പുസ്തകങ്ങളിലോ അല്ലാതെ ജീവിതത്തിൽ കാണാൻ പറ്റില്ല. ഇന്നലെ വരെ ഈ മണ്ണിലെ പണിക്കാരായിരുന്ന ഞങ്ങൾ ഇന്ന് അതിന്റെ അവകാശികളാകാൻ പോകുന്നുവെങ്കിൽ അത് ഈ മനസ്സിന്റെ നന്മയാ. നിങ്ങൾ രണ്ടുപേരും ദീർഘായുസോടെ ജീവിക്കണം. ഞങ്ങൾ മാത്രമല്ല, നമ്മുടെ ഈ നാടും എല്ലാവരും ഐശ്വര്യത്തോടെ ഇരിക്കണം. വന്നാട്ടെ. ഒരു എന്താ മോളെ, വെള്ളത്താമര പൂ എവിടെ? നമ്മുടെ ആചാരങ്ങളൊക്കെ മറന്നുപോയോ? ഗീത കൊണ്ടുവരാന്ന് പറഞ്ഞുകൊണ്ട്. അയ്യോ, ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഈ അച്ഛന്റെ മകന്റെ ബഹളത്തിനിടയിൽ വീട്ടിൽ വെച്ച് എടുക്കാൻ മറന്നുപോയതാ ഞാൻ. ചേട്ടാ, ഒന്ന് പോയി എടുത്തോണ്ട് വരാവോ? ഞാൻ പോയി കൊണ്ടുവരാം അമ്മേ. മോനോടാ, ഒറ്റയ്ക്ക് പോകാൻ പേടിയില്ലേ നിനക്ക്? പേടിയോ? എനിക്കോ ജെറി? വെള്ളത്താമരന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടാ. എനിക്കും കൂടെ തരാവോ? തന്നാ എനിക്ക് നീ എന്ത് തരും അമ്മു? എല്ലാവർക്കും കൊടുക്കുന്നു, എനിക്ക് വേണ്ട. നിനക്ക് ഈ പവർഫുൾ ആഞ്ജനേയനെ തരാം. ഇത് കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഒരു അബദ്ധം വരില്ല. എങ്കിലൊക്കെ. നമസ്തേ നമസ്തേ മസ്തേ. ഇതമ്മയ്ക്ക്, ഇതമ്മൂന്. നിനക്ക് ഈ പവർഫുൾ ആഞ്ജനേയനെ തരാം. ഇത് കയ്യിലുണ്ടെങ്കിൽ നിനക്ക് ഒരു അബദ്ധം വരില്ല. അമ്മൂ, അമ്മൂ. Hey guys, welcome to Weekend Games. As usually, ഈ ട്രെയിൻ റേസിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ബട്ട് ഇത്തവണ റേസിന് ചെറിയൊരു മാറ്റമുണ്ട്. ട്രെയിനിന്റെ കൂടെ മത്സരിക്കുകയല്ല, എതിരെ വരുന്ന ട്രെയിനിന് എതിരെ ചെല്ലണം. ആരാണോ ആദ്യം രക്ഷപ്പെടുന്നത് അവനാണ് ലൂസർ. അതാണ് കാറുകൾ. കാറുകളും എന്റേത്, കൺസെപ്റ്റും എന്റേത്.
Is there anybody to race? ഇറ്റ്സ് എ റിസ്ക് ഗെയിംസ്. ഒന്ന് പാളിയിൽ ക്ലോസ് ആവും. റിസ്ക് ഇല്ലെങ്കിൽ ഗെയിംസിൽ പിന്നെ എന്ത് കിക്കാണ് ഉള്ളത്? അതുകൊണ്ടാ ഗൈസ് ബെറ്റ് മണി 1:10. 10,000 കിട്ടിയാൽ 1 lakh കിട്ടും. Oh no. Nobody? നമ്മുടെ ഈ വേൾഡിൽ താജ്മഹൽ ഒന്നേ ഉള്ളൂ, ഈഫൽ ടവർ ഒന്നേ ഉള്ളൂ, ബെറ്റിംഗിൽ ജെയിംസ് ഒന്നേ ഉള്ളൂ എന്ന് ഞാൻ വീണ്ടും പ്രൂവ് ചെയ്യാം. വൗ! സവാഷ്. അളിയരൊന്ന് നിർത്തിക്കേ. ഞങ്ങളോട് പറയട്ടെ, നീ ഒരു പുല്ലുവല്ലടാ. എന്താ? ഡേയ്, ഈ വേൾഡിലുള്ളതിനേക്കാളൊക്കെ മുകളിലായി നിന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഈ സിറ്റിയിൽ ഒരേ ഒരുത്തനെ ഉള്ളടാ. എന്നെ തോൽപ്പിക്കാനോ? ആരാടാ? നീയാണോ? ഞാനല്ലടാ, ഞങ്ങളുടെ ലീഡർ. ആരാടാ ഗള്ളി ലീഡർ? ഗല്ലി ലീഡർ അല്ലടാ, ഗ്യാങ് ലീഡർ. ഗ്യാങ് ലീഡറോ? യെസ്, അവനൊന്ന് തീരുമാനിച്ചിറങ്ങിയാൽ പിന്നെ അത് മാത്രമാകും ലക്ഷ്യം. അവന്റെ വാക്കിങ്ങിൽ സ്റ്റൈൽ ഉള്ളതുപോലെ ഫേസിൽ നല്ല സ്മൈലും ഉണ്ടാകും, കണ്ണിൽ കനലാണ് എരിയുന്നത്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ബോഡി സ്ട്രക്ചർ കണ്ടാൽ നല്ല ഇരുമ്പ് ഉരുക്കിയെടുത്തത് പോലെ തോന്നും. അങ്ങ് പറ. ഞാൻ രാജ്, ബെറ്റിംഗ് രാജ്. ആദ്മി കം, റിസ്ക് ജ്യാദാ. ദാ മോനെ, നീയോ എന്നോട് മത്സരിക്കാൻ? ഏയ്, ബെറ്റിന് വരുന്നവരെ ആരും നിസ്സാരമായി കാണരുത്, പിന്നെ വിഷമിക്കേണ്ടി വരും. എന്റെ ട്രാക്ക് റെക്കോർഡ്സ് അറിഞ്ഞിട്ടാണോ വന്നത്? ഹേയ്, ഞങ്ങളുടെ ലീഡർ വന്നിരിക്കുന്നത് എല്ലാ റെക്കോർഡ്സും പൊളിക്കാൻ വേണ്ടിയാണ്. തോറ്റുപോയാലോ? മോനെ ജെയിംസേ, വെറുതെ സ്വയം പ്രശംസിക്കാൻ വേണ്ടി നാക്കിട്ടടിച്ച എനർജി ഇങ്ങനെ വേസ്റ്റ് ചെയ്ത് എന്നോട് ബെറ്റ് ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ അതിന് തയ്യാറാവും. കമോൺ. കേൾക്കടാ, വെസ്റ്റ് ബാച്ച് വേഴ്സസ് ബെസ്റ്റ് ബാച്ച്. വിയർപ്പ് വേഴ്സസ് പെർഫ്യൂം. എടാ, ഇത് നീ തന്നെ വെച്ചോ, നിന്റെ അനിയത്തിക്കുള്ള ഫീസ്. ബെറ്റ് വെച്ചിട്ട് പൈസ ഇതെന്റെ അനിയത്തിക്കുള്ള കോളേജ് ഫീസാ.
അപ്പോഴെണ്ണം അടിക്കാനെങ്ങനെ അതിന് ഞാനില്ലടാ അവിടെ വാ. എന്താ വേലക്കാരി വേണമെന്നോ? അവിടെ എന്തായാലും നടക്കില്ല. ഞാൻ ബാച്ചിലർ റൂമിൽ ജോലി ചെയ്യില്ല മോനെ. നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പറ. ദാ എല്ലാം കൂടിയ തുണിയാ സൂക്ഷിച്ചു തേക്കണം. അല്ലടി നിനക്കാ ബാച്ചിലർ പിള്ളേരുടെ അടുത്ത് ജോലിക്ക് പോയാലെന്താ? എല്ലാ ജോലിക്കും കൂടി ചേർത്താ ശമ്പളം ഒന്നും. എന്താ പോട്ടോ? ഇത്ര രാവിലെ തന്നെ ഇത് വേണോ അച്ഛാ? എന്ത് ചെയ്യാന്? രാമനാരായണനെ കുറിച്ച് ഓർത്തറ. അതാര്? കണ്ടോടാ, വെള്ളം അടിക്കുന്ന എനിക്ക് നിന്റെ അച്ഛന്റെ പേര് ഓർമ്മയുണ്ട്. നീ മറന്നുപോയി. അച്ഛാ, എന്റെ അച്ഛന്റെ പേര് സൂര്യനാരായണൻ. ഒരു ബഗ് ഉള്ളി ചെന്നപ്പോ രണ്ടച്ഛൻ ജമ്പായി പോയതാടാ. മോനെ, നിന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ട് ഇപ്പൊ 13 വർഷങ്ങളായടാ. അവനെ നമുക്ക് കിട്ടിയിട്ട് നല്ല പറയേണ്ടത്. നമ്മളെ അവന് കിട്ടിയിട്ട് 13 വർഷങ്ങളായെന്ന് പറ. അതെന്താടി? നിങ്ങൾ വെള്ളം അടിച്ച് ലെവലില്ലാതെ റെയിൽവേ സ്റ്റേഷനിൽ വീണ് കിടന്നപ്പോഴേ ട്രെയിനിൽ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നത് ഇവനാ. സോറിടാ, 13 വർഷങ്ങൾക്ക് മുമ്പ് പറയേണ്ടത് ഞാൻ ഇപ്പൊ നിന്നോട് പറയൂ. എന്ത്? താങ്ക്സ് ഡാ. ശരി ശരി. ഇനിയെങ്കിലും ഇതൊന്ന് നിർത്ത്. നിങ്ങൾ ഇങ്ങനെ വെള്ളം അടിച്ച് എന്തെങ്കിലും ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിന്റെ അവസ്ഥ എന്തോ പിന്നെ. അതേ കുറിച്ച് ഓർത്ത് നീ വിഷമിക്കണ്ട, അതിനു മുമ്പേ വിറ്റുതരാം. കണ്ടോടാ, എന്റെ വിഷമം അല്പമെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ നോക്ക്. ഒന്ന് ചുമ്മാ ഇരി. എന്റെ കയ്യിൽ 70 കിലോ പൊന്നുള്ളപ്പോ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നേ? ഇതങ്ങ് നിർത്തിക്കൂടെ അച്ഛാ? ശരി, നിർത്തിയേക്കാടാ. നീ ബെറ്റിംഗ് നിർത്തിയാ ഞാൻ ഇത് നിർത്തിയേക്കാം. ഹലോ, നീ എല്ലാ മാസവും 1-ാം തീയതി എന്നെ വീട്ടുമുറ്റത്ത് തെണ്ടാൻ വന്നോണം. അത് മാറ്റിയേ ചെയ്യരുത്. അപ്പോ ഞാനും അവനെ പോലാണെന്നോ? പക്ഷെ അവൻ നിന്നെ പോലല്ല. അവൻ മറ്റു വീട്ടിൽ തെണ്ടുമ്പോ നീ സ്വന്തം വീട്ടിൽ തെണ്ടും. അയ്യോ, ഓണറെ പിച്ചക്കാരനെന്ന് വിളിക്കുന്നോ? എടുക്ക്, എന്റെ റെന്റ് വേഗം എടുക്ക്. റെന്റും കറണ്ടും ഇല്ലും ഒക്കെ അങ്ങോട്ട് പറഞ്ഞാ മതി. ആളിപ്പോ വരും. പറഞ്ഞോട്ടെ. ഇങ്ങേര് നന്നാവൂല. നന്നാവാൻ ഞാൻ ടോണിക്കല്ല കുടിക്കുന്നേ. കള്ളിനോട് വെറുതെ സംസാരിച്ചിട്ട് എന്ത് പറ്റി അങ്കിൾ? വേറെന്ത് പറ്റാനാ? നീ തരേണ്ടത് ഇങ്ങ് തന്നാ ഞാൻ അങ്ങ് പൊയ്ക്കോളാം. അല്ലേടാ സോമ? ഇതെന്താ അങ്കിൾ ഒരു പുതിയ രീതി? നമ്മൾ എല്ലാ മാസവും ബെറ്റ് വെക്കാറുള്ളതല്ലേ? ഇവിടെ താമസം തുടങ്ങി അന്ന് മുതൽ നീ എന്നെ ഒതുക്കിയത് മതി. നമ്മൾ ബെറ്റ് വെക്കുന്നു, ഞാൻ അങ്ങ് തോക്കുന്നു, വാടക തരാതിരിക്കുന്നു. ഇന്ന് മുതൽ ആ പരിപാടി ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. അല്ലേടാ സോമ? അല്ലെങ്കിൽ ഞാനൊന്ന് പറയട്ടെ. ഇന്ന് നിനക്ക് എന്നെ ഒതുക്കാനൊന്നും പറ്റില്ലടാ മോനെ. വെളുപ്പിന് യോഗയൊക്കെ കഴിഞ്ഞ് മംഗളാനന്ദ സ്വാമിയുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടാ വന്നത്. ശരി, പക്ഷെ അവസാനമായിട്ട് ഞാനൊന്ന് ചോദിച്ചോട്ടെ? നിന്റെ ജീവിതത്തിലെ അവസാന ചോദ്യമാണെങ്കിൽ ശരി, എന്റെ അവസാനത്തെ മറുപടി തന്നെയാ. എന്നാ ഞാൻ ലോക്ക് ചെയ്യട്ടെ. ബെറ്റല്ലാതെ എന്ത് വേണമെങ്കിലും ചെയ്തോ. എങ്കിൽ ശരി, അങ്കിളുടെ വിധി. കസ്തൂരി ആന്റി, ആന്റി ബെറ്റിന്റെ കാശ് എടുക്കും. എന്റെ ഭാര്യ നിനക്ക് ബെറ്റ് കാശ് തരുന്നത് എന്തിനാടാ? അതെ അങ്കിൾ, ഇത്തവണ അങ്കിള് ബെറ്റ് വെക്കില്ലെന്ന് ആന്റിയോട് ഞാൻ ബെറ്റ് വെച്ചിരുന്നു. നിങ്ങൾ കാരണമല്ലേ ഞാൻ തോറ്റുപോയത്. എപ്പോഴും ബെറ്റ് വെക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ വെച്ചാൽ എന്തായിരുന്നു കുഴപ്പം? വീട്ടിലുള്ള ആണുങ്ങളോട് പറയാതെ എന്ത് തോന്നിയ സ്ഥലത്ത് കാണിച്ച അവനോട് ബെറ്റ് വെച്ചാൽ എന്നോട് പറയുന്ന എനിക്ക് സൗകര്യമില്ലായിരുന്നു. നിങ്ങളുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ വീടിച്ച് നടത്തിക്കോ. എന്റെ കാശ് ക്യാഷ് എടുക്ക്. പോക്കറ്റ് കൈയിട്ട് അല്ല, ഇതാ പിടിക്ക്, നിങ്ങളുടെ റെന്റും എന്റെ പേഴ്സന്റ്. നീ അത്ര മിടുക്കനാണെന്ന് വിചാരിക്കണ്ട. എല്ലാവർക്കും നീ ഇങ്ങനെ പണി കൊടുക്കുന്നത് പോലെ ആരെങ്കിലും നിനക്കിട്ടും പണി തരൂടാ. വിജയത്തിലുള്ള ലഹരി വേറെ ഒന്നിൽ നിന്നും കിട്ടില്ല. Now I am a loser. അവനോട് എനിക്ക് ജയിക്കണം. അതിന് ഞാൻ എന്തും ചെയ്യും. അതാണ് ഇനി പ്ലാൻ ചെയ്യേണ്ടത്. ചെയ്യും. മാൻഷൻ ഹൗസ് ക്രിക്കറ്റ് ലീഗിലേക്ക് വെൽക്കം വെൽക്കം. മാൻഷൻ ബോയ്സാ ജയിച്ചത്. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത് ഒരു കുടുംബം നടത്തുന്നതിനേക്കാളും ഈസിയാ. ഇവിടെ ബാറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചൂല, ബാറ്റിംഗ് എന്ന് പറയുന്നത് ചൂല കൊണ്ടുള്ള തൂത്തുവാറില്ല. അപ്പൊ ബൗളിംഗ് എന്ന് വെച്ചാൽ ചീത്തയായ കൊഴുക്കട്ട വലിച്ചെറിയുന്നു. അതേ ഉള്ളൂ. 6 അടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ ഈ അടപ്പം ഞാൻ തരും. അതെ. ബോൾ ബോൾ ബോൾ, സിക്സിനുള്ള ബോൾ. സ്റ്റാമ്പിന്റെ ഫ്രണ്ട് ഇല്ലടാ. സോറി സോറി സോറി. മാഡം വെയിറ്റ്. അമ്മോ, ക്യാച്ച് ചെയ്തോളണം. 6 വരുന്നുണ്ട്. ബോൾ വരുമ്പോ ഇങ്ങനെ 6 അടിക്കണം. എന്താടാ ബോൾ വരുമ്പോ ഇങ്ങനെ 6 അടിക്കണം. പോയി അടി. അപ്പൊ ഞാൻ ഇനി എങ്ങനെ അടിക്കുന്നേ? ഓക്കെ, റെഡി? അച്ഛാ, രാജാ, നിനക്ക് വിയർപ്പ് തുടക്കണമെങ്കിൽ എന്റെ ധാവണി തരാം. നിനക്ക് ദാഹിക്കുമ്പോ നീ എന്നെ വിളിച്ചാ മതി. Best of luck.
അയ്യോ കൈയ്യട കൈയ്യട. ഇവർക്ക് ഷേക്കാൻ കൊടുക്കുന്നോ? ഇവർ നമുക്ക് പാകിസ്ഥാൻകാരെ പോലെയാ. ചെല്ല് പൊസിഷനിൽ നിൽക്കപ്പോ. ബുദ്ധിയില്ലാത്ത പിള്ളേർ പോ. ഇവന്റെ പേഴ്സണാലിറ്റി കണ്ടാൽ ആരാ നോക്കാത്തത്? പിന്നെ പിള്ളേരെ പറഞ്ഞിട്ട് എന്താ? ഒന്നുമില്ല. റെഡി റെഡി. ഒന്നുമില്ല ഡോക്ടർ. പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ ഡോക്ടർ? കുറച്ച് പ്രോബ്ലം തന്നെയാണ്. കഴിച്ച് ലിവർ കംപ്ലീറ്റ് ഡാമേജ് ആയിപ്പോയി. മെഡിക്കൽ ഭാഷയിൽ ഇതിനെ ലിവർ സിറോസിസ് എന്നാണ് പറയുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. പകരം മരുന്നുകൊണ്ട് മാത്രമാണെങ്കിൽ ഏറിയ 1 മാസമേ മാനേജ് ചെയ്യാൻ കഴിയുള്ളൂ. ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ത് ചെലവ് വരും ഡോക്ടർ? 25 lakhs വരെ ചെലവ്. അമ്മേ, അച്ഛന് കൊടുക്കുന്നേ. ഇതെന്താ അച്ഛൻ മൊത്തം എനിക്ക് തരുന്നേ? എടാ എനിക്ക് വയസ്സായില്ലേ, ദഹിക്കത്തില്ലടാ. അതുകൊണ്ടാ നിനക്ക് മുട്ട, എനിക്ക് റൈസ്, നിനക്ക് പീസ്, എനിക്ക് ചാറ്. തിന്നടാ, തിന്നെ. എന്താ അച്ഛാ കഴിക്കാതെ എന്നെ നോക്കുന്നത്? വേറൊന്നും അല്ലടാ, നിന്നെ കണ്ടോണ്ടിരിക്കുമ്പോ ഒരുപാട് കാലം ജീവിക്കണമെന്ന് തോന്നുന്നു എനിക്ക്. നിന്റെ അച്ഛനെ നിനക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ടോ? ജെയിംസ്, നീ എന്താ ഇവിടെ? നീ പറഞ്ഞത് കറക്റ്റാ ബോസ്. കീഴ്പ്പെടുത്തുമ്പോഴുള്ള ലഹരി വേറെ, വിക്ടറിയിലുള്ള ത്രില്ലും വേറെ. നിന്നോട് ഞാൻ തോറ്റതിന് ശേഷം എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ് ബോസ്. അതുകൊണ്ട് വീണ്ടും ഒരു ബെറ്റ് കൂടി വെക്കാം. യെസ് ബ്രോ, ഇതുവരെ നീ കെട്ടിയിട്ടുള്ള ബെറ്റിലെല്ലാം 1-2 ലക്ഷമല്ലേ കെട്ടിയിട്ടുള്ളൂ. പക്ഷേ ഈ ബെറ്റിൽ നീ വിന്നായാൽ നിനക്ക് വേണ്ട 25 lakhs ഞാൻ തരാം. എന്നാൽ ഞാനാണ് ജയിക്കുന്നെങ്കിൽ നീ എനിക്ക് 1 രൂപ പോലും തരണ്ട ബോസ്. ഈ ക്യാപിറ്റൽ സിറ്റിയിൽ എവിടെ ബെറ്റിംഗ് നടന്നാലും നീ അവിടെ വരാൻ പാടില്ല. എവിടെ ബെറ്റിംഗ് സൗണ്ട് കേട്ടാലും നിന്റെ പേര് അവിടെ കേൾക്കാനും പാടില്ല. ബെറ്റ് എന്താ? ഇത്തവണ കാർ റേസോ ബൈക്ക് റേസോ ഒന്നും അല്ല ബോസ്, ലവ് റേസ്. ഒരു പെൺകുട്ടിയെ നീ ലവിൽ വീഴ്ത്തണം. പെണ്ണും ലവുമായിട്ടും എനിക്ക് ബന്ധമൊന്നുമില്ല. നീയല്ലേ പറഞ്ഞത് ബെറ്റ് കെട്ടിയ കിക്ക് ഉണ്ടാവണം, ലൈഫിൽ റിസ്ക് വേണമെന്നൊക്കെ? അതിലെന്ത് റിസ്ക്കാ ഉള്ളത്? ആ പെണ്ണാരാണെന്നറിയോ? ബെല്ലാരിയുടെ മകൾ. അവനാരാ? ആരാണെന്നോ? എനിക്ക് 2 കാര്യങ്ങളെ ഇഷ്ടമുള്ളടാ. ഒന്നാമത് പണവും, രണ്ടാമത് എൻ്റെ മകളും. ഞാൻ പണം സമ്പാദിക്കുന്നതിൽ ബിസിയായപ്പോ നീ എന്താടാ എന്റെ മകളുടെ മനസ്സിൽ കയറി പറ്റി അവളുടെ പ്രേമം സമ്പാദിക്കാന്ന് വിചാരിച്ചോടാ? എനിക്കൊന്നും അറിയില്ല സാർ. എന്നോട് ഡൗട്ട് ചോദിച്ചപ്പോ ഒരു ലെക്ചർ കൊടുത്ത് ക്ലിയർ ചെയ്താ സാർ. ഡൗട്ട് ചോദിച്ചാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച ക്ലാസ് റൂമിലാണ് അത് ക്ലിയർ ചെയ്യേണ്ടത്, പേഴ്സണലായിട്ടല്ല. നിന്നോട് അവൾ ചോദിക്കുമ്പോഴോ നീ പറയുമ്പോഴോ അവളുടെ മനസ്സ് മാറുകയാണെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യൂടാ? ആരെ വേണമെങ്കിലും നോക്കാം, ആരുടെ പുറകെയും പോവാം. പക്ഷെ അതുപോലെ എന്റെ മകളുടെ പുറകെ വന്നാലുണ്ടല്ലോ. ബ്രീഫായി പറഞ്ഞ ബെല്ലാരി എന്ന ജയന്റ് അയാളുടെ മകളെന്ന വിലയേറിയ കോഹിനൂർ ഡയമണ്ട്.
പേര് ചൈത്ര, BDA സ്റ്റുഡന്റാ. ബെല്ലാരി കുടുംബത്തിലെ രാജകുമാരിയാണ് അവൾ. അവക്ക് വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി കൊടുക്കുന്ന ശമ്പളത്തിന്റെ പകുതി ഉണ്ടെങ്കിൽ ഒരു ഏരിയയിലെ പാവപ്പെട്ട മനുഷ്യരുടെ മുഴുവൻ പ്രശ്നങ്ങളും തീരും. സത്യ, സത്യൻ സത്യൻ കത്തിയെടുത്താൽ പിന്നെ രക്തം ചിന്താതെ കത്തി താഴ്ത്തില്ല. ആ ബെല്ലാരിയുടെ മകളോട് നീ ഐ ലവ് യു എന്ന് പറയണം. താങ്ക്സ്. കറക്റ്റ് ടൈമിൽ കറക്റ്റ് പറ്റി തന്നെ കൊണ്ടുവന്നത്. എനിക്ക് ഡീൽ ഓക്കെ. ബട്ട് ഇതൊക്കെ 30 ഡേയ്സിനുള്ളിൽ നടക്കണം. 30 ഡേയ്സിനുള്ളിലോ? യാ, നീ ഇതുവരെ പരാജയം തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ആളെന്നല്ലേ പറയാറുള്ളത്. ബൗണ്ടറി ലൈൻ ഇല്ലെങ്കിൽ പിന്നെ മാക്സിന് ഒരു സുഖം ഉണ്ടാവില്ല. ഇന്ന് ഡേറ്റ് December 2nd. 31st ആ പെണ്ണ് നിന്നോട് ഐ ലവ് യു എന്ന് പറഞ്ഞിരിക്കണം. ഇല്ല എങ്കിൽ നീ ബെറ്റിംഗിൽ നിന്നും ഗുഡ് ബൈ പറഞ്ഞിരിക്കണം. ഇതാ പെണ്ണിന്റെ ഫോട്ടോസ് ആൻഡ് ഡീറ്റെയിൽസ്. ജെയിംസ്, പൈസ റെഡിയാക്കിക്കോ. നിന്റെ ഈ ഓവർ കോൺഫിഡൻസ് ആണ് എനിക്കിഷ്ടം. ഇത് സാധാ കോൺഫിഡൻസ്. മിസ്റ്റർ കിങ് മസിൽമാൻ മച്ചാ, നീ ധീര വീരൻ തകതക തും ഥം മച്ചാ. മിസ്റ്റർ കിങ് മസിൽമാൻ മച്ചാ, എന്നെന്നും ഇവനിനി നമുക്ക് മുഴുവൻ രക്ഷ. ചൈത്രമോളുടെ ദേഹത്ത് വന്ന് ഇടിക്കോടാ നീ. അതല്ല മാഡം, അവനെ അങ്ങ് വിട്ടേക്ക്. ശരി മാഡം. താഴേക്ക് വിടാനല്ല പറഞ്ഞത്, അയാളെ ഉപദ്രവിക്കരുതെന്ന്. ഇനി ഒരു തവണ കൂടി മോളുടെ ദേഹത്തെങ്ങാനും മുട്ടിയാൽ നിന്നെ ഇവിടെ നിന്നായിരിക്കും എറിയുന്നത്. അവിടെ നിന്ന് താഴോട്ടാ. പോ പോ. എന്റെ അമ്മോ, ഇത്രയും വലിയ സെക്യൂരിറ്റി ആണെന്ന് ഞാൻ വിചാരിച്ചില്ല. യവന്മാരുടെ കൈയോട് ചാവൂടാ. ഇത് കണ്ടിട്ട് നിനക്കെന്ത് മനസ്സിലായടാ? എങ്ങനെ മനസ്സിലാക്കാൻ? ഡയറക്റ്റ് ആയിട്ടല്ല, ഇൻഡയറക്റ്റ് ആയിട്ടല്ല. സൗമ്യ, സൗമ്യ പ്ലീസ്. നിനക്ക്? യെസ്, ഐ ആം ക്രേസി അബൌട്ട് യു. ഹേയ്, നീ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നീ അറിയും. ആരെയാടാ വരട്ടെ? ഒരു പെൺകുട്ടി സമ്മതിച്ചില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തു അല്ലേ? ശരിക്കും കോളേജ് ഒരു സരസ്വതി ദേവാലയമാണ്. പവിത്രമായ ആ സ്ഥലത്ത് വെച്ചൊരു ഭാരത സ്ത്രീയെ പ്രേമിക്കാൻ നിർബന്ധിക്കുന്നു. എന്നെ നിനക്ക് അറിയില്ലല്ലേ? ഇതിന്റെ അനിയത്തിയാണ്. ഗാന്ധിജി, ബാബുജി, ഇതൊക്കെ അങ്ങ് കാണുന്നുണ്ടോ? കോളേജിൽ പെൺകുട്ടികൾക്ക് സമാധാനത്തോടെ പഠിക്കാൻ പറ്റാതാക്കിയിരിക്കുന്നു. സോറി മോളെ, ഇവന് കൊടുക്കാനല്ല എന്റെ അനിയന് കൊടുത്തത്. സോറിടാ. സ്വാമി വിവേകാനന്ദൻ എന്താടാ പറഞ്ഞത്? സുഭാഷ് ചന്ദ്ര ഘോഷ് എന്താടാ പറഞ്ഞത്? ആവേശം വരുമ്പോൾ തെറ്റിപ്പോ ആളിയാൻ പറഞ്ഞു. എന്താടാ പറഞ്ഞത്? നിന്നെ പോലുള്ള തെമ്മാടികളെ വെറുതെ വിടരുത്. നീയൊക്കെ കോളേജിൽ ടൈം പാസിനാണോടാ വരുന്നത്? വെറുതെ ബീറടിച്ച് നടന്നാ പോരാ, ഇതുപോലുള്ള അനീതിക്കെതിരെ പ്രതികരിക്കൂടി വേണം. ഇത് പിടിക്ക്. എന്താടാ, പെൺകുട്ടികൾ പ്രേമിച്ചില്ലെങ്കിൽ അവരുടെ മുഖത്ത് ആസിഡ് ഒഴിക്കൂ, അല്ലെ ക്ലാസ് റൂമിൽ വെച്ച് കഴുത്തു മുറിക്കൂ, അതോ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലുവോ? വേണ്ട, ക്ലാപ്സ് അടിക്കരുത്. ലോകത്ത് എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരേ ഒരു ആക്ഷനാ ക്ലാപ്സ്. ഹലോ, നിന്റെ ഓവർ ആക്ഷൻ നിർത്ത്, എന്നിട്ട് അങ്ങോട്ട് നോക്ക്. എന്തെങ്കിലും പറ്റിയോ? നിങ്ങൾ രണ്ടുപേരും ഒന്നായോ? ഇപ്പോഴല്ലേ ഇവരൊന്നായത്, ഫസ്റ്റ് ഇയറിലെ ഒന്നായവരാ. ഇവരാണ് ഞങ്ങളുടെ കോളേജിലെ ബെസ്റ്റ് ലവേഴ്സ്. മാരേജ് കഴിഞ്ഞാൽ ഇവർ ബെസ്റ്റ് കപ്പിൾസും ആവും. എപ്പോഴെങ്കിലും തമ്മിൽ പിണങ്ങിയ ഇങ്ങനെ ഐ ലവ് യു പറഞ്ഞ് കൂളാക്കുന്നതാ. എങ്കിൽ പിന്നെ അത് നേരത്തെ എന്നോട് പറയാൻ പാടില്ലായിരുന്നു. നിങ്ങൾ ഹിറ്റ്ലറെ പോലെ ജാട കാണിച്ചിട്ട് എന്നെ പറയാൻ സമ്മതിച്ചോ? അതെ, ഏത് കോളേജിലാ നിങ്ങള്? അടുത്ത കോളേജ്. ഈ സീൻ ബ്യൂട്ടി കണ്ടൊന്നും വന്നേ ഉള്ളൂ അല്ലേ? അധികം ബ്യൂട്ടി കണ്ട് നിൽക്കണ്ട, സീൻ വീണ്ടും റിവേഴ്സ് ആവും.
അച്ഛാ ഞാനിപ്പോ വരാം. ശരിയടാ. എന്താടാ? അവളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മൊത്തം കിട്ടി. അതെയോ? പക്ഷെ അവളെ വളയ്ക്കാൻ കോളേജിന് അകത്ത് വെച്ചോ പുറത്ത് വെച്ചോ ഒന്നും നടക്കില്ല. അതങ്ങ് വിട്ടേക്ക്. നീ ചുമ്മാരടാ, അളിയെ വിഷമിക്കാതെ. അവൾ സ്ഥിരമായ ഒരിടത്ത് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ട്. നീ അവിടെ കയറി പറ്റിയ സംഗതി ഈസി. അകത്ത് കയറാൻ സെക്യൂരിറ്റി പുറത്ത് നിൽക്കുന്നതുകൊണ്ട് അവരെയും പേടിക്കണ്ട. ഡാൻസ് പഠിക്കലൊന്നും ശരിയാവില്ല. അതിന് പഠിക്കുന്ന എന്തിനടാ? പഠിപ്പിച്ചാ പോരെ. പഠിപ്പിക്കാനോ? അതെ അളിയാ, ചിക്കാഗോ ഇത് പുതിയതായി രംഗീല എന്ന് പറയുന്ന ഒരു ഡാൻസ് മാസ്റ്റർ വരുന്നുണ്ട്. അവനെ വളച്ച് ഉൾട്ട അടിച്ച സംഗതി ഓക്കെ. എപ്പോഴാണ് അവൻ ലാൻഡിങ്? നോക്കടാ, രംഗീല വരുന്നു. ഇതാരാടാ? മത്തന് കോലം കുത്തി പോലെ ഉണ്ടല്ലോ. Dirty Indians. All 1 rupee coins. എല്ലാം വേസ്റ്റ് ഫെലോസ്. I should maintain some distance. നിങ്ങൾ ആർക്ക് വേണ്ടിയാ വന്നത്? സാറിന് വേണ്ടിയാ. കണ്ടില്ലേ, നിങ്ങൾ വരുമെന്ന് ഇൻഫർമേഷൻ ഇല്ലല്ലോ. പക്ഷെ ഞങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ ഉണ്ട് സാർ. Oh, it's crazy. Hey, Lilliput, take this. Hey, Deadpool, take this. Hey, Dobby, take this. ഡോബി എന്നല്ല എന്റെ പേര്, ബോബിന്നാ. നിന്റെ പേര് ഞാൻ മാറ്റിയടാ. ഡേയ്, നീ എന്താ ഇങ്ങനെ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്? ഞങ്ങൾ എന്തിനാ സാർ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നിങ്ങൾ ആരാടാ? ഏതാ നിങ്ങളുടെ കറൻസി? എന്റെ കറൻസി ഡോളർ. എനിക്ക് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എത്രയാടാ? 46. അറ്റ്ലീസ്റ്റ് 46 ഫീറ്റ് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്. കം ഓൺ, ഫോളോ മീ. ആരാടാ ഈ ബ്ലാക്ക്ബെറീസ്? നൈജീരിയൻസാ സാർ, ഡാൻസ് സ്കൂൾ സ്റ്റുഡൻസാ. ഞങ്ങൾ ടെമ്പിൾ പ്രസാദം പപ്പ. എന്തോടാ പറഞ്ഞു? അത് സാറിന്റെ പേരിൽ ക്ഷേത്രത്തിൽ വഴിപാട് നടത്തി ലഡുവും മറ്റു പ്രസാദവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. എന്താടാ ഈ ഫോറിനേഴ്സ് ആകെ വലിയ ഭക്തിയിലാണല്ലോ. ഓട്ടോഗ്രാഫ്സ്? ഓട്ടോഗ്രാഫ്സ് എന്തിനാടാ? ഫോട്ടോഗ്രാഫ്സ് എടുത്തോ. ഓ, ഈ ഓടി നമ്മുടേതാ? ഈ ഓട്ടോ ആണ് നമ്മുടേത്. എന്താടാ ഡാൻസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാറ് ട്രാവൽ ചെയ്താകെ ക്ഷീണിച്ചിട്ടുണ്ടാവല്ലോ. Yes. ഫ്രഷ് ആവാൻ വേണ്ടിയാ. ഞാൻ ഫ്രഷപ്പ് ഇവിടെ? രംഗീല ഫ്രഷപ്പ് ആകാൻ മിനിമം രാജ് കൃഷ്ണെങ്കിലും വേണം. ഇത് അതിലും ടോപ്പാ, രാജ് കൃഷ്ണ. അകത്ത് കയറി നോക്ക്. പിന്നെ ഔട്ട്ലുക്ക് എന്താ ഇവന്റെ കൂട്ടാക്കി? പക്ഷെ അകത്തേക്ക് കയറി സാറിന്റെ മുഖം പോലെ കാണുന്നവർക്കൂടെ തോന്നണ്ടേ? അതെ, ഇതെനിക്ക് നല്ല ചേരുന്നുണ്ടല്ലേ. Who is this slam dog? Housekeeping, sir. Hi. ഓയ്, സ്ഥലം കൊല്ലില്ലെങ്കിലും പീസ് കൊല്ലാം. Who is this slim dog? റൂം സർവീസ്. സർവീസോ? ഇവർ മസാജ് ചെയ്യോ? ഇടിച്ചു പിഴിയും. ഇടിച്ചു പിഴിയോ? ഇടിച്ചു പിഴിയൊന്ന്. ഇടിച്ചു പിഴിയും. വന്നട്ടെ. ഓ, ഇത് ഹോട്ടലോ? മുനിസിപ്പാലിറ്റി ഡമ്മിങ് യാർഡ് പോലുണ്ട്. മനുഷ്യരാരെങ്കിലും ഇവിടെ താമസിക്കോ? എന്താടാ നോക്കുന്നത്? എന്തിനാ നോക്കുന്നത്? അവന്റെ സോഫ കണ്ടില്ലേ? പലകയുടെ മേലെ തലയുടെ വെച്ച പോലെ ഒരു ശവപ്പെട്ടി പോലത്തെ ഫ്രിഡ്ജും. എന്താടാ ആക്ഷൻ കാണിക്കുന്നത്? എന്താടാ? Why do you close the door? സൗണ്ട് പുറത്ത് കേൾക്കാതിരിക്കാൻ. എന്ത് സൗണ്ടാടാ പുറത്തേക്കാൻ പോകുന്നേ? കുത്തുമ്പോ സൗണ്ട് കേക്കില്ലേ? ആരാ കുത്തുന്നേ? എന്തിനാ കുത്തുന്നേ? രംഗി, യെസ്. കുത്തുമ്പോ സൗണ്ട് എങ്ങനെ പുറത്തു വരാമെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഉദ്ദേശം? എന്താടാ എന്റെ സൂട്ട് കേസിൽ എന്തിനാ ഷുഗർ നിറച്ചിരിക്കുന്നത്? ബ്രൗൺ ഷുഗർ. ബ്രൗൺ ഷുഗറാ? ഇതിനകത്ത് ആരുടേത് വെച്ചത്? അതിനിടെ കഞ്ചാവും കൂടെ വെച്ചിട്ടുണ്ട്. കഞ്ചാവോ? അത് മാത്രമല്ല കൊക്കൈനും ഉണ്ട്. കഞ്ചാവും കൊക്കൈനും എങ്ങനെയാ ഇതിനകത്ത് വന്നത്? അങ്ങനെ അയ്യോ, അമ്പലത്തിലെ പ്രസാദമാണെന്ന് കള്ളം പറഞ്ഞിട്ട് എന്റെ സൂട്ട് കേസിൽ പഞ്ചാര വെച്ച എന്തിനാടാ? ശരിക്കും ആരാടാ ബ്ലാക്ക്ബെറി? ഈ സിറ്റിയിലെ അണ്ടർവേൾഡ് ഭരിക്കുന്ന നൈജീരിയൻ. ഇപ്പൊ എനിക്ക് മാറ്ററൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായി. നിങ്ങൾ എന്നെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് പകരം ഡാൻസ് മാസ്റ്ററായിട്ട് നിങ്ങൾ പോവും. നിങ്ങളുടെ അവിടുത്തെ ജോലിയൊക്കെ കഴിയുമ്പോൾ എന്നെ ഫ്രീ ആക്കി വിടും. അതുവരെ ഓൾ ഹോൾസും അടച്ച് ഞാൻ ഇവിടെ അടങ്ങിയിരിക്കണം. കറക്റ്റ് അല്ലേ? Stop the music. ജോബി ആ ബൊക്കയും എടുക്ക. ഇതാ
വെൽക്കം വെൽക്കം ടു മിസ്റ്റർ രംഗീല എന്ന് പറഞ്ഞപ്പോ താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്താ ഞാൻ രംഗീലല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മുകളിൽ കഷണ്ടിയും താഴെ കൊടവരും. താൻ രംഗീലയോ? അസിസ്റ്റന്റ് ആയിരിക്കും ഇത്. ഓ, നിങ്ങൾ രംഗീലേക്കാണ് വെയിറ്റ് ചെയ്യണല്ലേ? ദേ He's the Mr. King Masilman Macha. Nidhira Viran Tagadaga Tumtham Macha. ഹായ്, മഫ്തിയിൽ വന്ന കാമദേവനെ പോലുണ്ട്. മാസ്റ്റർ എന്ന് പറഞ്ഞപ്പോ ഇതുപോലെ ഏജ്ഡ് ബാർ എന്നാ കരുതിയത്. ഇതല്ല ചോക്കോ ബാർ പോലെ ഉണ്ടല്ലോ. വെൽക്കം സർ, വെൽക്കം. താങ്ക് യു. എന്റെ പേര് KB. എനിക്ക് ഒരേ ഒരു പെങ്ങൾ. അവളുടെ പേര് പൊന്നിന്ന. പേര് പോലെ തന്നെ അവള് 20 കിലോ സ്വർണ്ണമുണ്ട്. 20 കിലോ. എന്റെ അനിയത്തിയാണ് ഈ അക്കാഡമിയുടെ ഒരേ ഒരു അവകാശി. മാസ്റ്ററിന്റെ വലിയ ഫാനാ. എന്റെ ഫാൻ? നിനക്കെന്ത് ഫാൻ? രംഗി. ഓ, മാസ്റ്ററുടെ ഫാൻ എന്നാ പറഞ്ഞത്. മോളെ പൊന്നി, അമ്മാ. ചേട്ടായി, മാസ്റ്റർ ഇത്രയൊക്കെ സുന്ദരനാണോ? ഇത് കണ്ട് നിങ്ങൾ വിഷമിക്കണ്ട. എനിക്കിത് ശീലമാ. ദിവസവും 2 ഡസൻ ഷർട്ടെങ്കിലും ഇങ്ങനെ കീറാറുണ്ട്. ജോബി, ചെന്നൊരു ഷർട്ട് കൊണ്ടുപോടാ. ശരി സാർ. മോളെ, ഇന്നത്തെ നിന്റെ കോട്ട കഴിഞ്ഞില്ലേ? ഇനി അകത്തേക്ക് ചെല്ലാം. ഞാൻ മാസ്റ്ററുടെ കൂടെ ചെയ്യട്ടെ ചേട്ടായി? എന്ത് ഡാൻസ്? വേണ്ട മോളെ, നീ ലേണറല്ലേ. തെറ്റിപ്പോയാൽ നിന്നോടുള്ള ഇംപ്രഷൻ പോവില്ലേ? വേണമെങ്കിൽ ഇങ്ങേരുമായിട്ട് ഇയാളോട് തെറ്റിയത് കുഴപ്പമില്ല ചേട്ടായി. ഇയാൾ എനിക്ക് നല്ല വിശ്വാസമാണ്. എങ്കി വാ. ഡാൻസ് പ്രാക്ടീസ് ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് എന്തായാലും മാസ്റ്ററുടെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞില്ലേ? നാളെ മുതൽ ഹിപ്പ് ഹോപ്പ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിപ്പോ എല്ലാരും പോയിക്കോളൂ. ഹലോ ഡോക്ടർ ബേബി, എന്നെ ഓർമ്മയുണ്ടോ? ഒട്ടും ഓർമ്മിക്കുന്നില്ല. ഇവളാണ് ജാഡയുടെ ബ്രാൻഡ് അംബാസിഡർ. എന്താ, കോളേജിൽ സ്റ്റുഡന്റ് ആയി ഇവിടെ മാസ്റ്ററായി? എന്താ ഉദ്ദേശം? ഇങ്ങനെ ഒന്നും അറിയാത്ത പോലുള്ള ജാഡ വേണ്ട. എന്താ മനസ്സിലായില്ലേ? എക്സ്ട്രാസ് നിർത്ത്. ലൈൻ ഇടാൻ വന്നതാണോ? താനെന്താ അതെല്ലാരോടും പറയാൻ പോവാണോ? അത്ര ചീപ്പ് വിഷയങ്ങൾ ചൈത്ര ഡിസ്കസ് ചെയ്യാറില്ല. നിന്റെ കളികൾ കാണുമ്പോഴേ അവർക്ക് കാര്യം മനസ്സിലാവും. അവര് നിന്നെ പിടിച്ച് പുറത്തേക്ക് തള്ളുമ്പോ പുറത്ത് നിൽക്കുന്ന ഞങ്ങളുടെ ആളുകളുടെ കയ്യിലേക്ക് നേരെ പാസിലായി ചെന്ന് വീഴും. അതെയോ? ഡോക്ടറുടെ മുഖം ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇട്ടെ, ഇനി ഒന്ന് റൈറ്റ്. വാവ്, ലെഫ്റ്റ് ഓക്കെ, റൈറ്റ് ഓക്കെ, ഹെഡ്ലൈറ്റ്സ് ഓക്കെ, ബോഡി ഓക്കെ, ബാക്ക് ലൈറ്റ്സ് ഓക്കെ, ബമ്പർ വരെ ഓക്കെ. പക്ഷെ വണ്ടിക്ക് പിക്കപ്പ് മാത്രം കുറച്ച് കുറവാണ്. What do you mean? I mean to say, ma'am, आप बाहर से बहुत अच्छा, हम तेरे लिए इधर बच्चा, हम दोनों मिलते तो रक्षा. Go to hell. All is well. കുടിച്ചു ഞാൻ ജീവിതം കളഞ്ഞതിന് നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോടാ? എന്താച്ചാ, ഈ മദ്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ കണ്ടുമുട്ടുമായിരുന്നോ? നീ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അനാഥനായി പോയേനേടാ. അന്ന് നിങ്ങളെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനും അനാഥനായി പോകില്ലായിരുന്നു അച്ഛാ. Can you fix me up? Can you wipe me down? So I can make you give it up till you say my name. Stop it! എന്താണോ അത്? ഹിപ്പോപ്പോ അതോ ലോലിപ്പോപ്പോ? ഡ്രിൽ മാസ്റ്റർ പോലെ എന്തായി കാണിക്കുന്നേ? ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഇന്നൊരു പുതിയ പ്രോഗ്രാം കാണിച്ചു തരാം. എന്താന്ന് വെച്ചാൽ മ്യൂസിക് അവസാനിക്കുന്നത് വരെയും ഡാൻസ് നിർത്താതെ ചെയ്യണം. റെഡി? എന്താ നിർത്തിക്കളഞ്ഞ ഇറങ്ങി? എന്തുപറ്റി? നിർത്തിയതല്ല മാസ്റ്ററെ, ഡാൻസ് ചെയ്ത് ബോഡി പുകഞ്ഞു പോയി. ദാഹിക്കുന്ന ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരാം. രംഗീല മാസ്റ്റർ. ആരാ രംഗീല മാസ്റ്റർ? ഞാൻ രംഗീല മാസ്റ്റർ അല്ല. ഞാൻ ചെറിയ കുട്ടിയൊന്നുമല്ല. ബ്ലാക്ക് മെയിലിലൂടെ അവൻ മാസ്റ്റർ ആയതും നിങ്ങൾ ഹെൽപ്ലെസ് ആയതും എല്ലാം എനിക്കറിയാം. മോളെ, വളരെ നന്ദിയുണ്ട് മോളെ, നീ എന്നെ തിരിച്ചറിഞ്ഞതിന്. ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, നാടും കുറെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവ ഇന്റർനാഷണൽ ആണ്. എന്റെ പ്രതിച്ഛായവും മാറ്റിക്കളഞ്ഞു, എന്റെ പൊസിഷൻ മാറ്റിക്കളഞ്ഞു. ഇവൻ എന്നെ കെട്ടിയിട്ട് കുരങ്ങളിപ്പിച്ചോണ്ടിരിക്കാ മോളെ. ഞാൻ നിനക്ക് എന്ത് വേണമെങ്കിലും തരാം. നിന്റെ കാല് ഞാൻ പിടിക്കാം, എന്നെ രക്ഷിക്കും മോളെ. മാസ്റ്ററിന്റെ കാല് പിടിക്കേണ്ട കാര്യമില്ല. അവനെ കൊണ്ട് മാസ്റ്ററുടെ കാല് ഞാൻ പിടിപ്പിക്കും. മാസ്റ്റർ, അമ്മ എന്താണോ? ബാത്റൂമിലെ കാല് വഴുതി വീണതാ. ബാത്റൂമിലോ? ഹായ്, ഞങ്ങൾ രണ്ടും സെയിം ടു സെയിം. എന്റേതും വഴുതി. അങ്ങനെ പറയല്ലേ മോളെ, നീ പ്രായമായ പെൺകുട്ടിയല്ലേ. വെറുതെ വഴുതിന്ന് മാത്രം പറയരുത്. കാല് സ്ലിപ്പായെന്നാ പറയേണ്ടത്. പ്ലീസ് വെയിറ്റ്.
തന്റെ പൊസിഷൻ എന്താ? ബോണിന്റെ മോളിൽ ബോൺ കയറിയതുകൊണ്ട് ഐ വാണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പൊ ഡാൻസ് ചെയ്യാൻ പറ്റില്ല? അതിനെപ്പ ചെയ്തെന്നാ? പിന്നെ താനാണോ ചെയ്തത്? അല്ല മോനെ, ഇനി ഉടനെ എങ്ങനെ ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് ഡിസ്മിസ്ഡ്. നാളെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ചെയ്യാമല്ലോ മാസ്റ്റർ. അസിസ്റ്റന്റിന്റെ കാല് പ്രോബ്ലം ആയാൽ ക്ലാസ് എന്തിനാ നിർത്തുന്നത്? അടപ്പ് തെറിച്ചട മോനെ. ഞാനോ? അതെ മാസ്റ്റർ, സച്ചിൻ സെഞ്ചുറി അടിക്കുന്നത് പോലെ, രജനി സിഗരറ്റ് വലിക്കുന്നത് പോലെ മെഗാസ്റ്റാർ സ്റ്റൈലിൽ മാഷ് ഡാൻസ് കളിക്കുന്നത് കാണണമെന്നത് എന്റെ അനിയത്തിയുടെ ആഗ്രഹമാണ്. വേറെ ഉടുപ്പില്ല മോളെ. നോക്കൂട്ടി, ഞാൻ കോച്ചാണ്. ക്രിക്കറ്റിലാണെങ്കിലും ഹോക്കിയിലാണെങ്കിലും ബോക്സിംഗിലാണെങ്കിലും കോച്ച് കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഐ ആം ജസ്റ്റ് എ ഗൈഡ്. എന്താ എല്ലാരും വായും പൊളിച്ച് നിൽക്കുന്നത്? നിങ്ങൾ കൃത്യമായിട്ട് ഫീസ് കൊടുക്കുന്നില്ലേ? ഞങ്ങൾക്ക് ഈ ലോജിക് ഒന്നും കേൾക്കണ്ട. നിങ്ങളുടെ ഡാൻസിലെ മാജിക് കാണണമെന്ന് വാ തുറന്നും കൂടെ പറയേ. ഓക്കെ, ഞാൻ ഡാൻസ് ചെയ്യണം, അത്രല്ലേ ഉള്ളൂ. ഞാനൊരു നല്ല പാർട്ട്ണർ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാറുള്ളൂ. നിങ്ങൾ എനിക്കൊരു പാർട്ട്ണറെ തന്നാൽ ഡാൻസ് ചെയ്യാൻ ഞാൻ റെഡി. ഞാൻ ശരിക്കും ത്രില്ലടിച്ചു. ഹേയ് ഡോക്ടർ മാം, ഗേൾസ് അവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കുന്നുണ്ട്, അങ്ങോട്ട് പോയിക്കോളൂ. വേഗം പോ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ടച്ച്? രാത്രിയിൽ ഉറക്കം വന്നില്ലേ? നീ എന്റെ പിന്നാലെ ഇങ്ങനെ വരാനാണ് ഉദ്ദേശിച്ചെങ്കിൽ നിനക്ക് ഉറക്കമേ ഇല്ലാതാവും. പേടിപ്പിക്കണം. ഇൻഫർമേഷൻ തന്നതാ. ചൈത്ര, ഡോട്ടർ ഓഫ് ബെല്ലാരി കാന്ത്. രാജ്, ബെറ്റിംഗ് രാജ്, മാസ്റ്റർ ഓഫ് ലവ്. ഹം പ്യാർ കെ ലിയെ കുച്ച് ഭി കരേംഗെ. പ്രേമോ? അത് എന്നോടോ? തോറ്റുപോകും നീ. ഡോക്ടർ മാം, വിജയമല്ലാതെ തോൽവി ഇല്ല എന്റെ ജീനിൽ. എന്താ അങ്ങ് പോയത്? ഇനി 5 മിനിറ്റ് കൂടി എന്നോട് സംസാരിച്ചാൽ വീണു പോകുന്നുള്ള പേടിയാണോ? നോക്കൂ മിസ്റ്റർ, കളർഫുൾ ഡ്രസ്സിൽ വന്ന് 4 സ്റ്റെപ്പ് ചെയ്ത് ചില നമ്പറൊക്കെ കാണിച്ചെന്ന് വെച്ച് വീഴുന്ന ക്യാരക്ടർ അല്ല ഞാൻ. നീ നിന്റെ ജീനിൽ വിജയം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഒരു കാര്യം ചെയ്യാം, അത്രയേറെ നീ എന്നെ ആഗ്രഹിക്കുന്നെങ്കിൽ 3 ടെസ്റ്റുകൾ ചെയ്യാം. എന്താണത്? പ്രേമ പരീക്ഷ? എന്ത് പേര് വേണമെങ്കിലും വിളിക്കാം. നോ പ്രോബ്ലം, ഡിസ്റ്റിങ്ഷനോടെ പാസ്സാവും ഞാൻ. നാളെ എനിക്ക് ഹോളിഡേയാ. ഷോപ്പിങ്ങിന് വേണ്ടി ഞാൻ ഫാമിലിയോടൊപ്പം GVR മോളിൽ പോകും. അവിടെ വന്ന് എന്റെ ഫാമിലിയുടെയും സെക്യൂരിറ്റിയുടെയും മുന്നിൽ വെച്ച് പ്രേമലേഖനം തന്നെ നീ പ്രപ്പോസ് ചെയ്യും. അപ്പൊ ആലോചിക്കാം നിന്നെ കുറിച്ച്. എന്നെ വെറുതെ കുപ്പിയിലിറക്കാനുള്ള പ്ലാൻ ഒന്നും അല്ലല്ലോ. ഓൾ ഇസ് വെൽ ഇൻ ലവ് ആൻഡ് വാർ എന്നല്ലേ? അത്ര ഇംഗ്ലീഷ് ഒന്നും എനിക്കറിയില്ല. പക്ഷെ നിനക്ക് ലെറ്റർ തന്നിട്ട് നിന്റെ ലവ് പുസ്തകത്തിൽ ആദ്യ പേജിൽ ഞാൻ എന്റെ പേരെഴുതും. കൽ മാൾ മെമലെങ്കെ. ബട്ട് വൺ കണ്ടീഷൻ, നീ എന്റെ ആളുകളെ തല്ലിയാലും അവർ നിന്നെ തല്ലിയാലും നീ തോറ്റതുപോലെ. കറക്റ്റായിട്ട് ആപ്പ് വെച്ചല്ലോ. ഓക്കെ, ടീക്കേ, കൽ മിലെങ്കെ. ഐ വിഷ് യു എ വെരി ബാഡ് ലക്ക്. ബൈ. എന്തുടലായിക്കോ. ബെല്ലാരി, ആരടാ നീ? അവിടെ വന്ന് പറയണോ അതോ ഇവിടെ നിന്ന് പറഞ്ഞാൽ മതിയോ? ഡേയ്, അവനെ ഇങ്ങോട്ട് കയറ്റിവിട്. എന്താ ഇത് ബെല്ലാരി? സെക്യൂരിറ്റികളുണ്ട്, റൗഡികളുണ്ട്, തോക്കുണ്ട്, എല്ലാം ഉണ്ട്. പുറത്തിറങ്ങാൻ അത്രയ്ക്ക് പേടിയാ? നീ ആരോടാ സംസാരിക്കുന്ന അറിയാമോ? അറിയാടോ, ബെല്ലാരി. അല്ല, ഒന്ന് ചോദിക്കട്ടെ, ഒരു പേരും കിട്ടാത്തോണ്ടാണ് സ്ഥലപ്പേരിട്ടിരിക്കുന്നത്? മാറ്റടോ, നിന്റെ തല ഞാൻ തെറിപ്പിക്കും. മറിക്ക്. ആരാടാ നീ? രാജ്, ബെറ്റിംഗ് രാജ്. ആദ്മി കം, റിസ്ക് ജ്യാദ. തുറന്നു പറയാം, നിങ്ങളുടെ മോളെ എപ്പോൾ കണ്ടു, എങ്ങനെ കണ്ടു, എവിടെ കണ്ടു എന്നൊന്നും അറിയണ്ട. ഞാൻ മറ്റുള്ളവരെ പോലെ അല്ല, സ്ട്രേറ്റ് ഫോർവേഡ്. നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇവിടെ പ്രപ്പോസ് ചെയ്യാൻ വന്നത്. बेबी, दूध में चावल मिले तो खीर कहते हैं, और तुम जैसे प्रेमी मिले तो तकदीर कहते हैं. I love
ബൈ അങ്കിൾ. ഇത് ധൈര്യമുണ്ടെങ്കിൽ രാജാവാകം എന്ന TV റിയാലിറ്റി ഷോ ആണ് സാർ. ടിവിയിൽ വരുന്നുണ്ട് ഡാഡി. സെലിബ്രിറ്റിക്ക് ഷോക്ക് എന്ന പേരിൽ ഇത് സൺഡേ ടിവിയിൽ സോറി സാർ. വളരെ നന്നായിരുന്നു സർ. സാർ ഈ പ്രോഗ്രാമിൽ സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്ത് സാർ വിജയിച്ചതുകൊണ്ട് സർഫ് എക്സൽ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. Clap, clap, clap. ഈ പ്രോഗ്രാമിന്റെ ഡയറക്ടർ എവിടെ? കോൺസെപ്റ്റ് കൺസീവ്ഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ EVV പൊറ്റി. ഈ സർഫ് എക്സലിൽ മുക്കി ഇവനെ വെളുപ്പിച്ചെടുക്ക. എന്ത് പറ്റി സർഫ് എക്സൽ കൊണ്ട് തുണി കഴിക്കൊണ്ടിരുന്നപ്പോ കാല് തന്നെ വീണതാ. നീ ഇങ്ങനെ വിഷമിക്കുന്നത് എന്തിനാരെങ്കിൽ എന്റെ അനിയത്തിയുടെ ഡ്രസ്സൊക്കെ അലക്കി ഇവിടെ ജീവിച്ചോളെ. നിന്റെ അനിയത്തിയുടെ ഡ്രസ് ഞാൻ അലക്കാനാ? നിന്റെ അനിയത്തി ഉടുക്കുന്ന തുണിയാണെന്ന് വിചാരിച്ചിരിക്കാൻ മോനെ. ടെന്റ് അടിക്കുന്ന ക്ലോത്ത് അല്ലേ അത്? അത് അലക്കുന്നിടത്ത് കൊടുത്താ പോരെ? എവിടേക്കാ? പ്രാക്ടീസ്. ഓ കോഫി. താങ്ക് യു. വെൽക്കം. ഹായ് ചൈത്ര. ഇന്നലത്തെ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ ചീപ്പായിരുന്നു. ചീപ്പോ? അല്ലാതെ പിന്നെ നീ നിന്റെ ധൈര്യം കാണിക്കുമെന്ന് വിചാരിച്ചെടുത്ത് ചീപ്പ് TV പ്രോഗ്രാം കാണിക്കുമെന്ന് വിചാരിച്ചില്ല. എന്ത് ചെയ്യാനാ ചൈത്ര? നീ കണ്ടീഷൻസ് അപ്ലൈ ചെയ്തപ്പോ ഞാൻ കോമൺ സെൻസ് അപ്ലൈ ചെയ്തു. ഇത് സ്ട്രീറ്റ് സ്മാർട്ട്, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ശരി, രണ്ടാമത്തെ ടെസ്റ്റായിട്ട് നിന്റെ വീട്ടിൽ വന്ന് ഞാൻ നിനക്ക് ഫ്ലവർ തരും. എന്റെ വീട്ടിൽ വന്നോ? എന്താ നിനക്ക് ഇത്ര സംശയം? 4 ഫ്ലോറ്, 8 ഹോള്, 20 ബെഡ്റൂം, 200-ലധികം സെക്യൂരിറ്റീസ്, കത്തിയും കൊടുവാളും അല്ലാതെ തോക്കും ഉണ്ട്. നീ എന്റെ വീട്ടിൽ വന്ന് എനിക്ക് പൂ തന്ന് പ്രപ്പോസ് ചെയ്യൂ അല്ലേ? ഡെഫിനറ്റ്. കള്ളനെ പോലെ മതിൽ ചാടിയിട്ടല്ല, നായകനെ പോലെ മെയിൻ ഗേറ്റിലൂടെ വന്ന് എല്ലാവരെയും ആട്ടിച്ചൊതുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അടിച്ചോളൂ, ആരെ വേണമെങ്കിലും അടിച്ചോളൂ, പക്ഷെ നിന്നെ ആരും തൊടാൻ പാടില്ല. ഞാനും വെക്കുന്നു, എന്റെ ദേഹത്ത് ഒരുത്തുണ്ടെങ്കിൽ അടി വീണാൽ, ഒരൊറ്റ ഡ്രോപ്പ് ബ്ലഡ് താഴെ വീണാൽ ഈ ലവ് മാറ്റർ ഇവിടെ അവസാനിപ്പിച്ചേക്കാം. We will see. You will see. ഫസ്റ്റ് റിയാലിറ്റി ഷോ കണ്ടല്ലോ, ഇനിയിപ്പോ റിയൽ ഷോ കണ്ടല്ലോ. Again, I wish you very bad luck. Thank you. നീയാ? പിന്നെ ഏത് റിയാലിറ്റി ഷോ ചെയ്യാനാണ് വന്നത്? അല്ല, ഇത്തവണ റിയൽ ഷോ ചെയ്യാനാ വന്നത്. എന്റെ സ്വീറ്റ് ഹാർട്ടിന്, മേരെ ദിൽ കി ധഡ്കൻ, മേരെ ജാനോ കി പൂ കൊടുക്കാൻ വന്നത്. ശരിക്കും നിന്റെ കെയർ ഓഫ് എന്താടാ? കറേജ്, സൺ ഓഫ് വിക്കി. ടൈം വേസ്റ്റ് ചെയ്തൊന്ന് മാറി നിൽക്കുവാണെങ്കിൽ ഞാൻ എന്റെ ഡാർലിംഗിന് പൂ കൊടുത്തിട്ട് വരാം. ഒരടി മുന്നോട്ട് വെച്ച് നോക്കടാ. നിനക്ക് ഞാനൊരു ബമ്പർ ഓഫർ തരാം. ഒരടി വെക്കുമ്പോ എന്നെ തടഞ്ഞു നോക്ക്. എവിടെ നിർത്തുന്നോ അവിടെ ഞാൻ തിരിച്ചു പോയിക്കോളാം. നീ പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണെങ്കിൽ കാലെടുത്ത് വെക്കടാ. ധൈര്യം ഉണ്ടെങ്കിൽ നീ വെക്കടാ. ഞാൻ എന്ത് തമാശ പറഞ്ഞിട്ടാണ് നീ ചിരിക്കുന്നത്? ചിരിക്കാതെ പിന്നെ, കൊന്നത്തെങ്ങ് പോലുള്ള ഉയരം, ഹിമാലയം പോലുള്ള ശരീരം, ഭീമന്റെ ധൈര്യവും ഹനുമാന്റെ രൂപവും അരണയുടെ ബുദ്ധിയും ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഇവര് തോക്കെടുത്തെന്ന് വെച്ചാ നീ വേറെ ഒരു പേടിത്തൊണ്ടനാണെന്നും എന്റെ അത്ര പവർഫുൾ അല്ലെന്നാണ് അർത്ഥം. കാണിക്കലണ്ട, നമ്മുടെ ടൈം ഇപ്പൊ ശരിയല്ല. എന്റെ അല്ലടാ, നിങ്ങടെ.
അകത്ത് കിടക്കാൻ സമ്മതിക്കരുത്. ആ പൂ അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിക്ക്. Mr. King Muscleman Macha Ni Dheera Veeran Daga Daga Dhum Dham Macha Love you. राज, बेटिंग राज, आदमी कम रिस्क ज्यादा. സത്യ, എന്താണ് സംഭവിച്ചത്? എന്താണ് ഈ കാണുന്നത്? ആ TV ചാനലുകാരൻ വന്ന് മോക്ക് പൂ എടുത്തിട്ട് പോയതാ. അവൻ പൂവ് കൊടുത്തപ്പോ നിങ്ങൾ എന്തെടുക്കായിരുന്നു? സാറേ, അവന്റെ കയ്യിൽ ഞാൻ പൂ പിടിച്ചു വാങ്ങാൻ നോക്കി. അവൻ അടിക്കാനും ചെന്നു. എന്നിട്ട് ഇങ്ങനെ അടിച്ചോടാ? അടിച്ചു സാറേ, അവൻ ഇങ്ങനെ അടിച്ചു. Okay girls, bye. See you tomorrow. Okay, bye. ഇപ്പൊ കണ്ടില്ലേ നിന്നെ വീഴ്ത്താൻ എത്ര എളുപ്പമാണ്. ലെറ്റർ തന്നു, ഫ്ലവർ തന്നു, ലവ് എന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. കള്ളത്തരത്തിൽ ലെറ്റർ തന്നു, എന്റെ അച്ഛൻ വീട്ടിലില്ലാത്തപ്പോ ഫ്ലവറും തന്നു. ടച്ച് ചെയ്തില്ല. ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ കാണാൻ തെറ്റില്ലെങ്കിലും ജാട കൂടുതൽ. ഇത്തവണ ഞാൻ നിന്റെ അടുത്ത് വരിക മാത്രമല്ല, നിന്നെ എന്റെ കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. വെറും മണിക്കൂറുകളല്ല, ഒരു ദിവസം മുഴുവനായിട്ട്. നിന്റെ ജീവിതത്തിൽ ഓർമ്മിക്കാനായി ഒരു ദിവസം ഞാൻ തരാം. ഇംപോസിബിൾ. പുറത്ത് കണ്ടല്ലോ, സെക്യൂരിറ്റി ഇപ്പൊ ഡബിളാ. നോക്ക് ഡോക്ടർ മോളെ, ഒരു കാര്യം ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മലയിടിഞ്ഞ് വീണാലും എന്തൊക്കെ സംഭവിച്ചാലും ഭയന്ന് പിന്മാറുന്നവനല്ല ഞാൻ. നിന്റെ സെക്യൂരിറ്റി ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എല്ലാവരും നോക്കി നിൽക്കി ആർക്കും യാതൊരു ഡൗട്ടും വരാതെ കറങ്ങി അടിച്ചിട്ട് നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം. ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട് നിന്റെ ലവ് ട്രാക്ക്. ഇത്തവണ നിനക്ക് ആരെയും തല്ലാം, ആർക്ക് വേണമെങ്കിലും നിന്നെയും തല്ലാം. അത് കഴിഞ്ഞും നീ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആലോചിക്കാം. ഓ എന്റെ പൊന്നു ഡോക്ടർ മോളെ, ഐ ലവ് യു എന്ന് പറയാൻ റെഡി ആയിക്കും. ഐ വിഷ് യു വെരി ഗുഡ് ലക്ക്. എടാ സത്യ സർ, ഷോപ്പിംഗ് സ്ഥലത്ത് വന്നവൻ, വീട്ടിൽ കയറി വന്നവൻ, ഇനിയും എങ്ങനെയും എവിടുന്ന് വേണമെങ്കിലും വരാം. എല്ലായിടത്തും നമ്മുടെ കണ്ണുണ്ടാവണം. പറഞ്ഞത് കേട്ടില്ലേ? കണ്ണുണ്ടായിട്ട് മാത്രം കാര്യമില്ലെന്ന്. അണ്ണനെ ഉദ്ദേശിച്ച എന്നെ അല്ല. അച്ഛാ ബൈ. ബൈ മോളെ. എന്താടാ ബഹളം? വിജടകളാണ്. സിഗരറ്റ് നോക്ക്. നമ്മുടെ കാറുകൾ എവിടെ? ഹലോ തന്നൂടാ, സെക്യൂരിറ്റി എവിടെയാണ്? അതെനിക്കെങ്ങനെ അറിയാം മാഡം? നീയോ? നീ എപ്പോഴാ കയറിയത്? ഇറങ്ങിയട്ടെ മാഡം. മകനെ, ഞാൻ ബ്രദർ പൈലി, ഇതെന്റെ ട്രാൻസ്ലേറ്റർ. ഞങ്ങളുടെ കാറിൽ എങ്ങനെ കയറി? ഇല്ല സഹോദര, ഞങ്ങൾ ഞങ്ങളുടെ കാറിലാണ് വന്നത്. നമ്പർ പ്ലേറ്റ് നോക്കൂ. സുവിശേഷത്തിന് പോകുന്നതിനിടയിലാണ് കാറുകൾ തമ്മിൽ മാറിപ്പോയത്. നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. കുഞ്ഞാടെ, നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളല്ലേ. ഇങ്ങനെ വിഷണനായി നിൽക്കാതെ മകനെ. ഞങ്ങൾക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയും കളഞ്ഞുപോയ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയും കരയൂ മകനെ. എന്താണ് നീ പറയുന്നത്? സത്യമാ സർ, എന്റെ കൺമുമ്പിൽ വെച്ചല്ലേ കാറി കയറിയത്? കോളേജിൽ വന്നപ്പോ കാണുന്നില്ല സർ. വേഗം എല്ലായിടത്തും പോയി അന്വേഷിക്കടാ. വണ്ടി എടുക്കടാ.
നീ സാധാരണക്കാരനല്ല. ഞാൻ പറഞ്ഞില്ലേ നിന്റെ ടൈറ്റ് സെക്യൂരിറ്റി ഒന്നും എനിക്കൊരു പ്രശ്നമല്ലെന്ന്. നോ കോളേജ്, നോ റൗഡീസ്, നോ പ്രോബ്ലംസ്. ഇന്ന് മുഴുവൻ ഫ്രീ ആയി എൻജോയ്. എന്റെ ടെൻഷൻ എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത് പ്രസ്സോ പബ്ലിക്കോ ഒന്നും അറിയേണ്ട കാര്യമേ അല്ല. ആ കമ്മീഷണറത്തോട് പറ, അവനോട് പറയണോ? അണ്ണാ സാറേ, ചൈത്ര മേഡം വന്നു സാറേ. മാറി നിൽക്കണം. ഇന്നത്തെ ദിവസത്തോടെ നീയും ഫിനിഷ്, നിന്റെ ജോബും ഫിനിഷ്. മനസ്സിലായടാ? കൊന്നേക്ക് സാർ, കൊന്നേക്ക്. നിങ്ങളുടെ മോളെ രക്ഷിച്ച് പുഷ്പം പോലെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യും. കള്ളം പറയാ, വിശ്വസിക്കരുത്. താനൊന്നും മിണ്ടായിരുന്നേ. സാർ ഇവൻ എന്താ പറയാനുള്ള ഞാൻ പറയട്ടെ. ആദ്യം ലെറ്റർ കൊടുത്തിട്ട് TV ഷോ ആണെന്ന് പറഞ്ഞു, ഒരു പൂ എടുത്തിട്ട് റിയൽ ഷോ ആണെന്ന് പറഞ്ഞു, ഇപ്പൊ ഒരു സീൻ ഉണ്ടാക്കിയിട്ട് നൈറ്റ് ഷോ ആണെന്ന് പറയും. ഇതൊക്കെ ഇവന്റെ ഓരോ തരികട നമ്പറുകളാണെന്ന്. ഇതൊക്കെയല്ലേ? അതങ്ങ് വായ തുറന്നങ്ങോട്ട് പറ. സാറേ ഇവൻ പറയുന്ന വിശ്വസിക്കരുത്, ഇതെല്ലാം ആക്ടിങ്ങാ. നിനക്ക് പറയാനുള്ള ഞാൻ പറയാം. മറിച്ചും തിരിച്ചും മറിച്ചും അടിച്ചിട്ട് കൈ തരും. അങ്ങനെ ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് മനുഷ്യനെ വട്ടാക്കും. ഇതെല്ലാം ഇവന്റെ വേറെ ആക്ടിങ്ങിലാണെന്ന് അർത്ഥം അല്ലടോ? പറഞ്ഞോ, പറ. നിർത്ത. ശരിക്കും ആരാടാ നീ? സബാഷ്. ഈ ചോദിച്ചത് ഇതുവരെ ഇവരാരെങ്കിലും അന്വേഷിച്ചോ സാർ? ഞാൻ ആരാണ്, ഞാൻ എവിടുന്ന് വന്നു, എന്തിനു വന്നു? സാറേ ഇവൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കരുത്. ചൈത്രമാണ് കിഡ്നാപ്പ് ചെയ്തത് ഇവനാണ്. ഹലോ, അല്ലെന്ന് ഞാൻ പറഞ്ഞോ? അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ചൈത്രയെ കിഡ്നാപ്പ് ചെയ്ത് ഞാനാ. എന്തിന്? നിങ്ങളുടെ ചുറ്റുമുള്ളവർ വെറും വേസ്റ്റ് ആണെന്ന് തെളിയിക്കാൻ. സാർ, ലക്ഷങ്ങൾ മുടക്കി ഇങ്ങനെ ഒന്നിനും കൊള്ളാത്തമാരെ പോറ്റുന്നതിനേക്കാൾ എന്നെ പോലെ ജോലി ഇല്ലാത്തവരെ കുറിച്ച് ഒരു നിമിഷം ഒന്ന് ആലോചിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ അറ്റ്ലീസ്റ്റ് ഒരു അപ്ലിക്കേഷൻ എങ്കിലും കുറയുമല്ലോ. ചൈത്രയെ നിങ്ങൾ എവിടെയാണോ മിസ് ചെയ്തത്, ബൈക്ക് അവിടെ തന്നെ വെച്ചേക്കാം, വന്നെടുത്തു. വരട്ടെ സാർ, ബൈ. നാളെ മുതൽ നിന്റെ പൊസിഷൻ മാറുക. പൊസിഷൻ മാറ്റി എന്ന് പറഞ്ഞ നമ്മുടെ ജോലി പോയെന്നല്ലേ അതിന്റെ അർത്ഥം? എന്റെ അല്ല, നിന്റെ. ഹലോ ബെല്ലാരി, ഞാൻ ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് ഇന്നലെ രാത്രി എത്തി. CMമായി നമ്മുടെ മാറ്റർ സംസാരിച്ചു. ഒരു ശുഭവാർത്ത പറയട്ടെ. ഗവൺമെന്റിൽ നിന്ന് ക്ലിയറൻസ് പേപ്പർ കിട്ടി. നമ്മുടെ സ്ഥാപനത്തിന്റെ ഏക തടസ്സം അതായിരുന്നില്ലേ, ഇപ്പൊ അതും സോൾവ്. ശരിയണ്ണ, ബൈ. എന്തു പറ്റിയടോ? എന്താ തനിക്കൊരു മൂഡ് ഓഫ് പോലെ? കേട്ടതൊരു നല്ല ഹാപ്പി ന്യൂസ് ആണെങ്കിലും ഒരു പ്രശ്നം എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. ഇപ്പോഴത്തെ എന്റെ പൊസിഷൻ എന്താന്ന് എനിക്കറിയാലോ. കാര്യം എന്താന്ന് പറ. ഏതോ ഒരുത്തൻ ചൈത്രയെ പ്രേമിക്കാൻ വേണ്ടി അവളുടെ പുറകെ നടക്കുന്നത് പോലെയുണ്ട്. ഇത്രയും കാലം നമ്മൾ കാത്തിരുന്നത് വെറുതെ ആകരുത്. അവളുടെ കാര്യത്തിൽ അത്രയ്ക്ക് ശ്രദ്ധയുണ്ടാകണം. അതിലൊരു വീഴ്ചയും വരരുത്. ജനുവരി 1 കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നറിയാലോ. എനിക്ക് ഓർമ്മയുണ്ട്. ജനുവരി 1 തന്നെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്യാലോ? തീർച്ചയായും ഡോക്ടർ. ഞങ്ങളുടെ ഫോർമാലിറ്റീസ് കഴിഞ്ഞ ശേഷം ഓപ്പറേഷൻ ടൈം ഞാൻ ഇൻഫോം ചെയ്തോളാം. താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു. ഹലോ, എന്തായി ബോസ് ഡെവലപ്മെന്റ്സ്? ഓപ്പറേഷനുള്ള പൈസ റെഡിയാക്കി വെക്കാൻ പറയട്ടെ. നിനക്കൊരു ബ്രേക്കിംഗ് ന്യൂസ് തരട്ടെ ഞാൻ. ബെല്ലാരി ചൈത്ര ഇനി കോളേജിലേക്ക് അയക്കുന്നില്ല. മാരേജ് കഴിയുമ്പോഴേക്കും ബ്ലാക്ക് കാറ്റ്സ് അടക്കമുള്ള സെക്യൂരിറ്റി ടൈറ്റ് ചെയ്തിരിക്കുക. നിന്റെ ഡെഡ് ലൈനും നിന്റെ ഫാദറിന്റെ ലൈഫ് ലൈനും ഇനി 3 days ആണുള്ളത്. റെഡി ടു ഫേസ് ഇറ്റ്. ബൈ. ഞാൻ എത്ര ഫോൺ ചെയ്തു നിനക്ക്? നീ എന്താ സ്വിച്ച് ഓഫ് ചെയ്തേ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, പിന്നെ പറയാം. അത് പറ്റില്ല, നമ്മൾ ഇപ്പൊ തന്നെ കാണുന്നു. ഞാൻ അങ്ങോട്ട് വരിക. നോ, വേണ്ട. ഈ ടൈമിൽ റിസ്ക് എടുക്കണ്ട. നോക്ക് ചൈത്രു, നീ പറഞ്ഞ 3 ടെസ്റ്റിലും ഞാൻ ജയിച്ചു. ഇനി നിന്റെ വായിൽ നിന്ന് എനിക്ക് ആ വാക്ക് കേൾക്കണം. സ്നേഹിക്കുന്ന കാര്യം ടെൻഷനിലും പ്രഷറിലും ഒന്നുമല്ല പറയേണ്ടത്. ഡിസംബർ 31 നൈറ്റ് ഞാൻ ഡാൻസ് സ്കൂളിനടുത്ത് വരും. രാത്രി 12 മണിക്ക് പുതുവർഷത്തെ ലോകമാകെ വെൽക്കം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും ആ ടൈമിൽ ഞാൻ നിന്നോട് ഐ ലവ് യു പറഞ്ഞ് പുതിയൊരു ജീവിതത്തെ ഞാൻ വെൽക്കം ചെയ്യും. ഇന്നു മുതൽ ഞാൻ ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കും.
ഇങ്ങോട്ടിരിക്കാൻ. ഓക്കെ, താങ്ക്സ്. സാർ, രാജഗോപാലൻ സാറിനെ ഇതുവരെ കണ്ടില്ലല്ലോ. അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. ഡൽഹിയിൽ ഒരു പാർട്ടി മീറ്റിംഗ് ഉണ്ട്, അവിടെ നിൽക്കുക. ഡേയ് ഇങ്ങ് വാടാ. എന്താ ഇത്? കൂൾ ഡ്രിങ്ക്സാ സാറേ. തണുപ്പില്ലല്ലോ, ഫ്രിഡ്ജ് വെച്ചില്ലേ? ഐസിട്ട് കൊണ്ടുവരാം സാറേ. പോയി ലിക്കർ ഒഴിച്ചോണ്ട് വാടാ. ഏയ് 12 മണിയാകുന്നു, നീ ചെന്ന് മോളെ വിളിച്ചോണ്ട് വാ. ശരി. അതെ, മോളെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ. നീ പോയി എല്ലായിടത്തും നല്ലത് നോക്ക്. നോക്കിയതാ ഞാൻ, പക്ഷെ ഇവിടെയെങ്കിലും കാണുന്നില്ല. ഞാൻ വിചാരിച്ചത് തന്നെ നടന്നടാ. എന്തു പറ്റി? നമ്മുടെ കാര്യം വീട്ടിലറിഞ്ഞു, അതുകൊണ്ടാ. രാജ് വേണ്ട, നമുക്ക് ഇവിടുന്ന് പോവാം. വലിയ ഷോ ഒന്നും വേണ്ട, മാറി നിൽക്കാം. നിനക്കൊരു ഷോ കാണുന്നതിൽ വിരോധമുണ്ടോ? എന്നാ ഇപ്പൊ കണ്ടോ. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ? എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ആവേശം കൊണ്ട് സ്വന്തം മോളെയാണ് കൊല്ലാൻ പോകുന്നത്. മോളോ? അതെ. ആരാടാ മോള്? ആരുടെയാടാ മോള്? ശരിക്കും അവൾ എന്റെ മോളെയല്ല. സാർ എന്താ ഈ പറയുന്നത്? ഇത്ര നാളും ഞാൻ അത് ഒളിപ്പിച്ചു വെച്ചത് ഈ ഒരു ദിവസത്തിന് വേണ്ടിയായിരുന്നു. 13 വർഷം ഞാൻ കാത്തിരുന്നത് വെറുതെ ആകാൻ പാടില്ല. അവളെ എനിക്ക് ജീവനോടെ കിട്ടിയേ തീരൂ.
സാർ, സിറ്റിയിലുള്ള എല്ലാ ചെക്ക് പോസ്റ്റുകളും അലർട്ട് ചെയ്തു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഫാക്സിൽ ഫോട്ടോ അയച്ചു. 2 മണിക്കൂറിനുള്ളിൽ മോൾ എവിടെയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും സാർ. അറിഞ്ഞാൽ മാത്രം പോരാ, കിട്ടണം. പറയൂ അങ്കിൾ. ആ പയ്യൻ അടുത്ത് തന്നെ ഉണ്ടോ മോളെ? ദൂരെ നിൽക്ക അങ്കിൾ. എല്ലാം നമ്മൾ ആഗ്രഹിച്ച പോലെയാണ് നടക്കുന്നത്. നീ സൂക്ഷിക്കണം. ശരി അങ്കിൾ. മോളെ, ആ ഫോൺ അത്ര സേഫ് അല്ല. സിഗ്നൽസ് കൂടി ട്രേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതും കളഞ്ഞേക്ക്. ഓക്കെ അങ്കിൾ. എത്ര ഹാപ്പിയാണ് ഞാൻ, എത്ര ഫ്രീ ആണ് ഞാൻ. ഏയ്, എന്താ ഇത്? എനിക്ക് ഇത്ര സന്തോഷം തന്നിട്ട് നീ എന്താ ഡള്ളായിട്ടിരിക്കുന്നേ? ഇന്നലെ രാത്രി കിട്ടിയ ഷോക്ക് അതല്ലേ? ഐ ലവ് യു പറയാന്ന് പറഞ്ഞ് വിളിച്ച് ലോറി കയറ്റിക്കൊണ്ടുവന്ന് കാട്ടിലിട്ടിരിക്കുന്നു. എനിക്ക് മനസ്സിലാവാത്ത അതല്ല, ഇന്നലെ വരെ സൈലന്റ് മോഡിലായിരുന്നു, ഇന്നെന്താ വൈബ്രേറ്റ് മോഡിൽ? എങ്ങനെ ആകാതിരിക്കും? ഇന്നലെ വരെ സെക്യൂരിറ്റികൾക്കിടയിൽ ഇൻസെക്യൂർ ആയിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഈ പുതുവർഷത്തിൽ നിന്നോടത്തൊരു പുതിയ ലൈഫ്. ഐ ആം സോ എക്സൈറ്റഡ്. കൊള്ളാം രാജ്, നീ എനിക്ക് വേണ്ടി എത്ര റിസ്ക് എടുത്ത 3 ടെസ്റ്റുകൾ പാസ്സായത്. ഐ ലവ് യു. ഈ 3 വേർഡ്സ് പറയാൻ ഇതിലും റൊമാൻറ്റിക് ആയ ഒരു പ്ലേസ് വേറെ എവിടെയുള്ളേ? അതുകൊണ്ട് അത് പറയേണ്ടത് ഇവിടെയല്ല, ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച. ഒരു വ്യക്തിയുടെ മുമ്പിൽ വെച്ച് പറയുന്ന എന്തിനാ? ജനറലി ലവ് മാറ്ററെ പറ്റി നിന്റെ വീട്ടിൽ വന്ന് പറയാൻ പറഞ്ഞാൽ പറയാം, എന്റെ വീട്ടുകാരോട് പറയാൻ പറഞ്ഞാലും പറയാം. പിന്നാലെ വേറൊരു വ്യക്തി. രാജിത, അവര് തന്നെയാ. കിട്ടിയ കൊല്ലും നമ്മളെ. ആദ്യം ആർക്കാ ചാവേണ്ടത്? എല്ലാരും കൂടി എന്നെ നോക്കുന്നതിനാടാ സാർ. ജീവിതത്തിൽ ഒരു പ്രാവശ്യം കൂടി ഒരു ലേഡി മസാജ് കിട്ടിയിട്ട് ചാവണമെന്ന് ആഗ്രഹമുണ്ട്. അത് അറേഞ്ച് ചെയ്തിട്ട് സാർ എന്നെ കൊന്നോ. എല്ലാരും താഴെ ഇരിക്കുമ്പോ നീ മാത്രം എന്താടാ മോളിൽ കയറിയിരിക്കുന്നത്? എവിടെ ഇരുന്ന എന്താ സാറേ? നിങ്ങൾ കൈകാര്യം ചെയ്തതിന് ശേഷം കീഴും മേലും എല്ലാം ഒരുപോലെയാ തോന്നുന്നത്. എടാ, അവൻ നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിനക്ക് പകരം ഡാൻസ് മാസ്റ്ററായിട്ട് പോയപ്പോ നീ എന്തുണ്ടാക്കായിരുന്നു? സാർ, ഫേസ് ടു ഫേസ് ഫ്രാങ്ക് ആയിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ. മോളെ അടിച്ചോണ്ടോ ഇപ്പൊ സാർ എന്തുണ്ടാക്കിയോ അത് തന്നെ ഞാൻ അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, അവന്റെ പ്ലാൻ എന്താണെന്ന് പറ. ഞാൻ നിങ്ങളെ വിട്ടേക്കാം. അമ്മയാണ് സത്യം. ഞാൻ അറിഞ്ഞൂടാ സാർ. അവനെ പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസമേ ഉള്ളൂ സാർ. അവനുമായിട്ട് മറ്റൊരു ബന്ധമില്ല സാർ. സത്യമാ സാർ. സാർ, അവൻ പ്ലാൻ ചെയ്യുമ്പോൾ നമുക്കൊന്നും മനസ്സിലായില്ല സാർ. പക്ഷെ പ്രാക്ടിക്കൽ ആകുമ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ മുക്കിക്കളഞ്ഞെന്ന്. ഏയ്, ആ ഫോണിങ്ങട്. എന്ത് സാറേ, സാറിന്റെ ഫോണിൽ പൈസ ഇല്ലേ? അല്ല, തരാം. വിളിച്ചോ. അവൻ ഡെഫിനറ്റായി നിന്നെ ഫോൺ ചെയ്യും. അവൻ ചെയ്യില്ല സാർ. സത്യമായിട്ട് അവൻ എനിക്ക് ഫോൺ ചെയ്യില്ല. അഥവാ അവൻ ചെയ്താൽ ബോംബെ മുംബൈ ആയതുപോലെ, മെഡ്രാസ് ചെന്നൈ ആയതുപോലെ ഈ ഡാൻസ് മാസ്റ്റർ രംഗീല, നിങ്ങളുടെ ഡ്രൈവർ രംഗീലാക സാർ. അവൻ ഫോൺ ചെയ്തില്ലെങ്കിൽ നിങ്ങളെ കൊണ്ടുവന്നത് പോലെ തന്നെ തിരിച്ചു കൊണ്ടുവിട്ടേക്കാം. എങ്ങോട്ട് പോയാലും കല്ലും മണ്ണും അല്ലാതെ റോഡ് കാണുന്നില്ലല്ലോ. ഏയ്, ആ ഫോണിൽ തന്നെ അർജന്റായിട്ട് വിളിക്കേണ്ടതാ. ഓ സോറി, ആ ടെൻഷനിൽ നിന്റെ അടുത്ത് വന്നപ്പോ ഫോൺ വീട്ടിൽ വെച്ച് ഞാൻ മറന്നുപോയി. നീയപ്പോ ഫോൺ പോലും എടുക്കാതെ കൈയും വീശിങ് പോന്നല്ലേ? അപ്പൊ നിന്റെ ഫോൺ എവിടെ? വലിയ ഉത്തരവാദിത്തമുള്ള ആള്. അവന്മാരുമായിട്ട് തല്ലുണ്ടായപ്പോ ഡാൻസ് സ്കൂളിൽ വീണുപോയി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല അല്ലേ? ഹലോ, നമ്മൾ എവിടെ ഉണ്ടെന്ന് ഒരാളെങ്കിലും അറിയണം. അതിനൊരു ഫോൺ തരുന്ന മണ്ടനെ കിട്ടണം. ഓ ക്രാപ്പ്. എന്ത് പറ്റി ഡാർലിംഗ്? പെട്രോൾ തീർന്നു പോയി ഡാർലിംഗ്. പെട്രോൾ തീർന്നു പോയെന്നോ? ഇപ്പൊ നമ്മൾ എവിടെയുള്ളത്? കാട്ടില. കാട്ടിലോ? ജംഗിൾ. ശ്രീശൈലം. നിന്നോട് ഞാൻ ലോങ് ഡ്രൈവിന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോ ഈ കാട്ടിലേക്ക് എന്തിനാ കൊണ്ടുവന്നത്? ഞാൻ കൊണ്ടുവന്നതല്ല ഡാർലിംഗ്. നീ എന്നെ കയറി മെല്ലെ ഇങ്ങനെ പിടിച്ചപ്പോ പിടിച്ചത് ഇഷ്ടമായിട്ടോ പിടിച്ച സ്ഥലം ഇഷ്ടമായിട്ടോ എന്നറിയില്ല. പെട്രോൾ തീർന്നപ്പോഴേ ശരിക്കും എനിക്ക് ബോധം വന്നത്. നമ്മൾ എന്ത് ചെയ്യും? Who is this forest group? Hello, I'm Raj. Chaitra. നമസ്കാരം. I'm Prabha Kumar, the love guru. ലവ് ഗുരു എന്ന് പറഞ്ഞ 0.5 FM? 0.5 അല്ല ബ്രോ,
93.5 ഞാൻ നിങ്ങളുടെ വലിയൊരു ഫാനാണ്. ഫോറസ്റ്റിലും ഫാൻസാ? ഗോഡ് മസ്റ്റ് ബി ക്രേസിയാ? ഗുരുജി, നിങ്ങൾ FM ലവേഴ്സിനോട് പറയുന്ന ആൻസർ കേട്ട് ത്രില്ല് അടിച്ചാ ഞാൻ ഇവിടെ തട്ടിക്കൊണ്ട് വന്നത്. റിയലി? എന്റെ ആൻസറിൽ അത്രയ്ക്ക് ഫയർ ഉണ്ടോ? ബെസ്റ്റ് ഫയർ അല്ലേ? ഓ വെൽ ഡൺ ബ്രോ, വെൽ ഡൺ. ഇങ്ങനെ വെറും ഒരു വെൽഡൻ മാത്രം പറഞ്ഞാൽ മതിയോ? ഈ വിഷയം എന്റെ ഫ്രണ്ട്സിനോട് പറയണോ വേണ്ടോ? നാച്ചുറലി. ഫോൺ, നിന്റെ ഫോണിന് എന്താ പറ്റി ബ്രോ? പെണ്ണിനെ തട്ടിക്കൊണ്ടുവരും ആരെങ്കിലും ഫോൺ എടുക്കാറുണ്ടോ? സിഗ്നൽ കിട്ടില്ല ഗുരുജി. സ്മാർട്ടാ. ഏതായാലും എന്റെ ശിഷ്യനല്ലേ, വിളിച്ചോ. ഔട്ട് ഗോയിങ് ഫ്രീ. FM കാർ അടച്ചോളും. താങ്ക്സ് ഗുരുജി. സാർ, എന്താടാ? ബസ് കണ്ടക്ടർമാരെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാതെ ഒരിടത്ത് ഇരുന്ന് സംസാരിച്ചൂടെ സാർ? സിറ്റ് ഡൗൺ. അയ്യോ കഷ്ടമുണ്ട് സാറേ, പള്ളിക്കൂടത്തിലെ മണി പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടിക്കുന്ന എന്തിനാ സാറേ? അവന് ഫോൺ വന്നു. അൺനോൺ നമ്പർ സാർ, വേണമെങ്കിൽ നോക്കിക്കോ. സംസാരിക്കാം. എന്തിനാ സാർ സംസാരിക്കുന്നത്? ഹേയ്, ബെല്ലാരി സാർ പറഞ്ഞത് കേട്ടില്ലേ? സംസാരിക്കേ. എടാ രംഗി, എന്താ മാസ്റ്റർ ജി, എന്നെ എന്തിനാ വിളിക്കുന്നത്? അതെന്താ, താനില്ലായിരുന്നെങ്കിൽ എനിക്ക് ചൈത്രയും കൊണ്ട് രക്ഷപ്പെട്ട് ഇത്രയും ദൂരം വരാൻ പറ്റുമായിരുന്നോ? അതുകൊണ്ടാ ഞാൻ ഫസ്റ്റ് ഹാപ്പി ന്യൂ ഇയർ തന്നോട് പറയാൻ വേണ്ടി വിളിച്ചത്. പൊന്നു മോനെ, തങ്കക്കുടമേ, എനിക്ക് സന്തോഷായടാ. അതൊക്കെ ഇരിക്കട്ടെ, നമ്മുടെ ബാക്കി ഫ്രണ്ട്സിനൊക്കെ എങ്ങനെയുണ്ട്? അവരൊക്കെ മുളകിട്ട് വെച്ച കറിയുന്നിടത്ത് മീനുകളെ പോലെ ഉണ്ട്. മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ ഞങ്ങൾ എവിടെ ഉണ്ടെന്നറിയോ? നിന്റെ അമ്മായി അച്ഛന്റെ വീട്ടില്. എവിടെയാടാ നീ തന്തയില്ലാത്തവനെ? എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞ ആരുടെ തന്തയാണെങ്കിലും അവനെ അറിയാൻ. എവിടെയാ എന്റെ മോളെ? 160 പൗണ്ട് വെയിറ്റും 178 സൈസ് ഹൈറ്റും പെൺകുട്ടികൾ ആഗ്രഹിക്കുന്ന ശരീരവും നിന്നെ പോലുള്ളവരെ നേരിടാനുള്ള ധൈര്യമുള്ള ഒരുത്തിന്റെ കൂടെ. മനസ്സിലായില്ല അമ്മവ? അവൾ ഈ രാജിന്റെ കൂടെ ഉള്ളത്. നീ കളിക്കുന്നത് നിന്റെ ജീവൻ കൊണ്ടാ. ബൈ ബർത്ത് അതെനിക്കൊരു ഹോബി ആയിപ്പോയി. നിന്നെ എന്റെ കൈ കെട്ടിയാൽ വെട്ടി വെട്ടി അരിവിടാ ഞാൻ. എന്നെ പിടിച്ച ഞാൻ നിന്റെ മുമ്പിൽ വെറുതെ കൈയും കെട്ടി നിന്ന് തരാം. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഞാൻ നിന്റെ ജീവൻ എടുക്കൂടാ. അതുവരെ ഞാനും നിനക്ക് അനുവാദം തരാം. ട്രൈ ചെയ്തോ. നീ വെറുതെ പറച്ചിലേ ഉള്ളൂ, പക്ഷെ ഞാൻ പ്രവർത്തിക്കണം. നിന്നെ ഞാൻ. സാർ, ആവേശപ്പെടരുത്. സമാധാനമാണ് വേണ്ടത്. അവന്റെ കയ്യിലുള്ളത് നിങ്ങളുടെ മകള് മാത്രമല്ല, 10,000 കോടികളാണ്. സാർ, ഇപ്പൊ വന്ന ഇൻകമിംഗ് കോൾ നമ്പർ ഇൻസ്പെക്ടർക്ക് സെൻഡ് ചെയ്യും. ശരി സാർ. അവൻ ഫോൺ ചെയ്തില്ല. അവൻ ചെയ്തു സാർ, പക്ഷേ പച്ചമുളക് അരച്ചതും ഉണക്കമുളക് അരച്ചതും കാന്താരി മുളക് അരച്ചതും ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് നിന്റെ മധ്യപ്രദേശത്ത് വെച്ചാൽ ആന്ധ്രാപ്രദേശ് വരെ അറിയാം. ഇറ്റ്സ് ഓക്കെ ശിഷ്യ. ബാറ്ററി മൊത്തം തീർന്നല്ലോ. ശരി, കുറച്ച് വണ്ടി തള്ളു, സംസാരിച്ച് പോവാലോ. ഞങ്ങൾക്ക് പോണ്ട അങ്ങോട്ടാ ഗുരു, വിഷമിക്കണ്ട. നിങ്ങളുടെ ഫാൻസ് ഇപ്പൊ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഫാൻസാ? അങ്ങനെ ഓ, പോലീസ് ഫാൻസാ? ക്രൈസി കോപ്പ്. സുമോയിന്നൊരു സുമ ഇറങ്ങുന്നവരുണ്ട്. എന്താടാ? പെട്രോൾ ഇങ്ങനെ വന്നതാ? ആണെങ്കിൽ എന്താടാ? ഒന്നുമില്ല, പെട്രോൾ തീർന്നു പോയി. കുറച്ച് പെട്രോൾ നൽകൂ. കുറച്ചാക്കണ എന്തിനാടാ? ടാങ്ക് ഫുള്ളാക്കാം. ആട്ടെ, നിനക്ക് സാധാരണ മതിയോ അതോ എക്സ്ട്രാ പവർ വേണം? ഈ എക്സ്ട്രാ പവർ ആവുമ്പോ കുറച്ച് സ്പീഡിൽ പോവാലോ. സ്പീഡിൽ പോണോ അല്ലേ? അത് നമുക്ക് ശരിയാക്കാം. ആട്ടെ, നിന്റെ പേരെന്താ? പ്രഭകുമാർ, ദ ലവ് ഗുരു. ഈ അടുത്ത് നിൽക്കുന്ന പ്രഭയുടെ ആരാ? വാട്ട് എ സില്ലി ക്വസ്റ്റ്യൻ ബ്രോ. മൈ ഗേൾഫ്രണ്ട്. ഗേൾഫ്രണ്ടോ? ഹോസ്റ്റൽ പീസ്. അത് ശരി. എവിടെ ഈ വണ്ടി കണ്ടു വീണോ അതോ നിന്നെ കണ്ടു വീണോ? കൺഫ്യൂസിംഗ് ക്വസ്റ്റ്യൻ ചോദിക്കരുത്. അയക്ക് നീ സെക്കൻഡ് കൊടുക്കണ്ട, ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. യെസ്. ശരിക്കും ഈ ഫോറസ്റ്റിൽ എന്തിനാടാ വന്നത്? വാട്ട് ബ്രോ, ബോഡി വലുതായെങ്കിലും ബ്രെയിൻ വലുതായില്ലല്ലേ. ലോങ് ഡ്രൈവിന് വന്നതാ. എന്തുവാടാ? സിറ്റിയിൽ നിന്ന് ശ്രീശൈലം ഫോറസ്റ്റ് വരെ ലോങ് ഡ്രൈവ് ചെയ്തു. എന്റെ ചെവിയിൽ എന്താണെന്നാടാ നീ വിചാരിച്ചത്? പൂടയല്ലേ ബ്രോ? അപ്പോ കളിയാക്കാനൊക്കെ അറിയാല്ലേ? അതിരിക്കട്ടെ, നിന്റെ ഫോണിൽ നിന്ന് ഇപ്പൊ ഫോൺ ചെയ്തവൻ ആരാണ്? എന്റെ ശിഷ്യനാ ബ്രോ. ഇപ്പോഴാണ് അവൻ ലവറുമായിട്ട് സൈറ്റ് സീയിങ്ങിന് പോയത്. അവൻ നിന്റെ ശിഷ്യനോ? സാധാരണ ശിഷ്യനല്ല, എന്റെ ലവ് ശിഷ്യൻ. അവൻ ആരുടെ മകളെയാണ് അടിച്ചോണ്ട് വന്നിരിക്കുന്ന അറിയോ നിനക്ക്? ഏതോ ബെക്കാടിയുടെ മകളെയാണെന്ന് പറയുന്നത് കേട്ടു. ബെക്കാടിയുടെ മകളെയൊന്നും അല്ലടാ, ബെല്ലാരിയുടെ മകളെ. ബെല്ലാരിയ? ആരവൻ?
സാർ എന്താണ് സാർ ഇത്? കള്ളന്മാരെ പോലും സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന കൺട്രിയിൽ ഒരു സെലിബ്രിറ്റിയോട് ഇങ്ങനെ കാണിക്കുന്ന അനീതിയല്ലേ സാർ? എവിടെയാടാ? എവിടെ അവൻ? ബെല്ലാരിയുടെ മകളെ അടിച്ചോണ്ട് നിന്റെ ലവ് ശിക്ഷൻ എവിടെയാണോ ചോദിച്ചത്? സാർ സാറിന്റെ ലാത്തി ഒന്ന് പൊക്കോ. ഈ ലാത്തി തൊട്ട് ഞാൻ സത്യം ചെയ്യാം സാർ, അവനെ എനിക്ക് അറിഞ്ഞൂടാ. ആ കാട്ടിൽ വെച്ചാ ഞാൻ അവരെ കണ്ടു. അയ്യോ വീണ്ടും കിട്ടി. ആഹാ, കണ്ടിട്ട് അവൻ നിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി സംസാരിച്ചിട്ട് അവൻ അങ്ങോട്ടും പോയി, നീ ഇങ്ങോട്ടും വന്നല്ലേ? കൊച്ചു കള്ളൻ. ഇതാ സാർ ഇത്ര ചെറുപ്പത്തിലെ SI ആയത്. പിന്നെ എന്തിനാ തല്ലുന്നത്? SI അല്ലടാ ഞാൻ, CI. സാർ കാത്തിരുന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് വീട് കിട്ടിയ ഒരു ഫിഗറാ സാർ. ഞങ്ങളെ വിട്ടേര്, ഞങ്ങൾ എവിടെയെങ്കിലും പൊയ്ക്കോളാം. അവനുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ല സാർ. യാതൊരു ബന്ധവും ഇല്ലെങ്കിൽ പിന്നെ നീയോ അവനായിട്ട് കാട്ടിൽ എന്ത് ചെയ്യായിരുന്നടാ? നേരത്തെ പറഞ്ഞില്ല ലോങ് ഡ്രൈവിന് വന്നാ. മിണ്ടി പോകരുത്. എന്തുവാടാ? സിറ്റിയിൽ നിന്ന് ശ്രീശൈലം ഫോറസ്റ്റ് വരെ ആരെങ്കിലും ലോങ് ഡ്രൈവിന് വരുവാടാ? ഞാൻ ഇയാളോട് എത്ര നേരം കൊണ്ട് പറയാടോ? അവൾ എന്റെ ബൈക്കിന്റെ പുറകെ കയറിയിരുന്ന് കഷത്തൂടെ കൈയിട്ട് ഇങ്ങനെ പിടിച്ചപ്പോ ഞാൻ ശ്രീശൈലം വരെ വന്നുള്ളൂ. താനാണെങ്കിൽ ശ്രീലങ്ക വരെ പോയേനെ. ആണോ? ഓ തന്നെ. സാർ എങ്ങോട്ടാ സാർ? നീ പറഞ്ഞില്ലടാ നിന്റെ ഫിഗറുമായി ഒരു ലോങ് ഡ്രൈവിന് പോവാ ഞാൻ. അയ്യോ ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞു പോയതാ സാറേ. നിന്റെ ആ ഫ്ലോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. അവളൊരു കശുവണ്ടി പരിപ്പിന്റെ അത്രയേ ഉള്ളൂ, സാറാണെങ്കിൽ ഒരു കാണ്ടാമൃഗത്തിന്റെ അത്രയേ ഉണ്ട്. ഓ രക്ഷതി രക്ഷിത. ധർമ്മത്തെ നീ സംരക്ഷിക്കുമെങ്കിൽ ആ ധർമ്മം നിന്നെ സംരക്ഷിക്കുമെന്നാ. എന്റെ ഭാര്യ അവളുടെ വീട്ടിൽ പോയിട്ട് 10 ദിവസം. അതുവരെ പാചകം ചെയ്തു തരാൻ ഒരാള് വേണം. അരുമ ശിഷ്യ, ഒറ്റ കോൾ കൊണ്ട് നീ എന്റെ ഗേൾഫ്രണ്ടിന്റെ കോളുകളാക്കിയല്ലടാ പരമനാറി. കാത്തു തുഴിച്ചൊരു കസ്തൂരി മാമ്പഴം. രാജ്, എനിക്ക് വിശക്കുന്നു. എന്നെ തിന്നുന്നോ? തിന്നേനെ, പക്ഷെ ഞാൻ പ്യൂർ വെജിറ്റേറിയനാ. എങ്കിൽ പിന്നെ ആടിനെ പോലെ ഇലകൾ തിന്ന്. അത് നീ തിന്നാ മതി. അയ്യോ നിക്കേ. എന്താ എന്താ ഒരു സൗണ്ട്? വാ നമുക്ക് കുളിക്കാം. ഞാനില്ല, നീ പോയി. അതെന്താ? ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് കുളിക്കാറ്. അതെന്താ അങ്ങനെ? ഞങ്ങൾ താമസിക്കുന്നിടത്ത് വെള്ളം അങ്ങനെ വരില്ല. നീ ചെല്ല, ഞാനിവിടെ ഇരിക്കാം. ഓക്കേ. ദിവസത്തിനു വേണ്ടി കഴിഞ്ഞ 13 വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുക. ആ സ്ഥാപനത്തിന് തറക്കല്ലിടുന്ന ദിവസം തന്നെ എന്നെ നിരാശനാക്കിയില്ലേ അവൾ? അവളെ തുണ്ടം തുണ്ടമായി വെട്ടിയെരിഞ്ഞ് ആ പ്ലാന്റേഷന് ബലികർമ്മം ചെയ്യിക്കുക വേണ്ടത്. താനൊന്ന് അടങ്ങണം. തൻ്റെ ഈ വിഷമം കാണാനല്ല ഞാൻ ഡൽഹിയിൽ നിന്ന് വന്നത്. ബെല്ലാരി, കത്തികൾ ചെയ്യാത്ത ജോലി തോക്കുകൾ ചെയ്യും, തോക്കുകൾ ചെയ്യാത്ത ജോലി ബോംബുകളും ചെയ്യും, ബോംബുകളും ചെയ്യാത്ത ജോലി എൻ്റെ മകൻ ചെയ്യും. ഡാ സാർ, ദുബായിൽ നിന്ന് അവനെ വിളിപ്പിക്കേ. ശരി സാർ. ഇനി അലവല്ലാതെ വരാത്ത കുഴപ്പമാണ്. പവറുണ്ട്, പോലീസുണ്ട്, ആവശ്യത്തിന് റൗഡികളുമുണ്ട്. എല്ലാരും ഉണ്ടായിട്ട് എന്താണ് പ്രയോജനം? പോലീസിലും ചെക്ക് പോസ്റ്റിലും എല്ലാം അലേർട്ട് ചെയ്തിട്ടുണ്ടാ. അലേർട്ട് ചെയ്യേണ്ടത് ഇതിനെ എല്ലാം നമ്മുടെ സ്വന്തമാകുന്നത് വരെ ഇവിടെ ഞാൻ ഇനി നിൽക്കണ്ട.
ദൂരേക്ക് പോ എന്ന് പറഞ്ഞ് ഇത്ര നാളും എന്നെ ദുബായിൽ നിർത്തി. എന്നിട്ടിപ്പോ എന്തായി? എയർപോർട്ട് ടച്ച് ചെയ്യാതെ, ബസ് സ്റ്റേഷനുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ പോകാതെ, ചെക്ക് പോസ്റ്റുകളിൽ ഒന്നിലും പെടാതെ എങ്ങനെയാണ് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്? വിടില്ല ഞാൻ, അവളെ വിടില്ല ഞാൻ. അവർ ഈ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും ഈ ദേവനവരെ കണ്ടുപിടിച്ചിരിക്കും. ഡിസ്കവറി ചാനൽ കണ്ട് ഫോറസ്റ്റ് ട്രാവലിംഗ് വളരെ റൊമാൻറ്റിക് ആവുന്ന കരുതിയത്. ഇതിപ്പോ എനിക്ക് കാല് വേദനിച്ചിട്ട് വയ്യ. ഏയ്, മോളിൽ നിന്റെ അച്ഛൻ ചേച്ചിന്ന് താഴെനായുള്ള ആൾക്കാരും ഏത് വഴി പോയാലും റോഡെത്തുന്ന ആർക്കറിയാം. അതിനിടയ്ക്ക് അവളുടെ റൊമാൻസും. വാ നടക്ക്. എന്റെ ദൈവമേ, എന്തുമാത്രം പൂക്കളാ! കുഴിയാണ്, പോണ്ട. എനിക്ക് വെള്ള താമരപ്പൂ ഒരുപാട് ഇഷ്ടമാ. പ്ലീസ് ഒരെണ്ണം പൊട്ടിച്ചു തരൂ. വെള്ളത്താമര എന്ന് വെച്ചാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്കും കൂടെ തരാവോ? ഒന്നുമില്ല. നിനക്ക് ഈ പവർഫുൾ ആഞ്ജനേയനെ തരാം. അത്രയ്ക്ക് ഇഷ്ടമാണോ ഇത്? ജീവന. നിനക്കോ? ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് ഇഷ്ടമാണ്. അതാരാ പെൺകുട്ടി? ചൈത്രു, അങ്ങോട്ട് നോക്ക്. എന്താ അത്? പുകയാണോ മഞ്ഞാണോ? പുകയാ? ടൗൺ ആണോന്നറിയില്ല. എന്തായാലും ആൾ താമസം ഉണ്ട് അവിടെ. എന്റെ അമ്മേ, എങ്കിൽ എനിക്ക് ഫുഡ് കിട്ടും. ഒരു ഫോൺ കിട്ടിയാൽ മതിയായിരുന്നു. വാ. എടോ, ചിപ്സിന് എത്രയാ? 10 രൂപ. 10? 1 രൂപയ്ക്ക് കിട്ടില്ലേ? ഇല്ല. ശരിക്കും കിട്ടില്ലേ? ഇല്ലടേ. ഇല്ലെന്ന് പറഞ്ഞിട്ട് കിട്ടിയില്ലേ? ഡെവലപ്പ് ആവടേ മണ്ടൻ. ഫോൺ ചെയ്യാൻ എന്താ വഴി? ഇന്നത്തെ സ്പെഷ്യൽ മട്ടൻ ചില്ലി, വാട്ടർ ഫ്രീ. ആദ്യം ഞാനാ വന്നത്. ആദ്യം ഇവിടെ കൊണ്ട് വയ്ക്കടാ വെള്ളം. വരുത്തന്മാർക്കല്ല ആദ്യം കൊടുക്കേണ്ടത്. ലോക്കൽസാ ഫസ്റ്റ്. ഞാൻ ലോക്കലാടാ. 1/2 സെക്കൻഡിനുള്ളിൽ ഇഡലി എന്റെ മുമ്പിൽ ഉണ്ടാവണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഈ കടയേ ഇല്ലാതാവും. ചെല്ല്. നിങ്ങൾക്ക് എന്ത് വേണം സാർ? ഫോണുണ്ടോ? ഞാനുണ്ട്. പഞ്ച? അല്ല സാർ, കോച്ചിങ്ങാ. ഇവരോടൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കണ്ടേ? അതൊക്കെ പോട്ടെ, എനിക്ക് അർജന്റ് അടുത്ത് ഫോൺ ചെയ്യണം. ഫോൺ ആ ഫെസിലിറ്റി അയാളുടെ കയ്യിലേ ഉള്ളൂ. പക്ഷെ ബില്ലടച്ചാലേ അയാൾ സെല്ല് തരൂ. ശരി, ഫാസ്റ്റ് ആയി പോയി. ഹലോ, ഫാസ്റ്റ് ആയി പോയി 4 റൊട്ടിയും ഒരു എഗ് മസാല എടുത്തോണ്ട് വാ. ഇന്ന് സാറ്റർഡേ ഞാൻ മുട്ട ശരി, കഴിക്കില്ല. പിന്നെന്താ വേണ്ടേ? എനിക്കൊരു ചില്ലി ചിക്കൻ മതി. ഇപ്പോഴല്ലേ മുട്ട തിന്നില്ലെന്ന് പറഞ്ഞത്? അതിന്റെ അമ്മയെ തിന്നാം. വേഗം എടുത്തോ. ഇതെന്താടാ, ഫ്രഷ് അല്ലേ? റീഫ്രഷ്. ഓ ശരി, ചട്നി ഇതാ. ചട്നി ഇഡ്ഡലിയുടെ അടുത്താ വേണ്ടത്. ഓക്കെ. ചേട്ടാ, ഫുഡ് ഓർഡർ ചെയ്തു. ഇനി ആ ഫോണും തരൂ. ഓഹോ, ഫോണാ? അത്യാവശ്യമായിട്ട് എനിക്ക് ഒരാളെ ഫോൺ ചെയ്യാനുണ്ട്. ചെയ്തിട്ട് തരാം. ഹലോ സാർ, നിങ്ങൾ തന്ന ഫോട്ടോയിലുള്ളവർ എന്റെ കടയിലുണ്ട് സാർ. ഞങ്ങൾ ഫോട്ടോ ഫോട്ടോ ഞാനാ കൊടുത്തത്. ആ പറ. ശ്രീശൈലം ഫോറസ്റ്റിന്റെ ഉള്ളിലുള്ള പഞ്ചാബി ഡാബയില. എന്തെങ്കിലും പറഞ്ഞ് അവരെ അവിടെ നിർത്താൻ നോക്ക്. നിങ്ങൾ വേഗം പറഞ്ഞേ സാർ. ഹലോ, അവരിപ്പോ ഫോറസ്റ്റിനടുത്തുള്ള പഞ്ചാബി ധാബയിലുണ്ട്. അനിയ, ദാ അനിയ, ആവശ്യത്തിന് സംസാരിച്ചോ, ധൃതി വെക്കണ്ട.
വെൽക്കം ബോസ്. നീയോ? അതെ ബോസ്, ഞാൻ തന്നെ. നിർത്തണ വണ്ടി. എവിടായിരുന്നടാ നീ? നിന്റെ നമ്പറിലേക്ക് വിളിച്ച് എനിക്ക് ഭ്രാന്തായി. പൈസ എടുക്ക. എന്താടാ ചിരിക്കുന്നേ? എന്താ അവളെന്നെ പ്രേമിക്കുന്നു നിനക്കിപ്പോഴും വിശ്വാസമായില്ലല്ലേ? ചൈത്ര, നീ എന്നോട് ഐ ലവ് യു പറയേണ്ടത് ഇവന്റെ മുമ്പിൽ വെച്ചാ. നീ പറ, എന്തെങ്ങനെ നോക്കുന്നേ? നിനക്ക് വേണ്ടി ഞാൻ എത്ര റിസ്ക് എടുത്തെന്നും നീ പറഞ്ഞ ടെസ്റ്റുകളൊക്കെ ഞാൻ എങ്ങനെ പാസ്സായതെന്ന് ഓർത്ത് നോക്കിയിട്ട് പറ. ഞാനെന്താ ജോക്കറാണോ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കാൻ? ഹോസ്പിറ്റലിൽ എന്റെ അച്ഛൻ മരണത്തോടെ മല്ലടിച്ചുകൊണ്ടിരിക്കുക. ഓപ്പറേഷൻ കഴിഞ്ഞു, നിന്റെ അച്ഛൻ സേഫാ. വിശ്വാസമായില്ലേ രാജ്? എടാ മോനെ, ചെറുപ്പം മുതലേ നീ ബെറ്റ് വയ്ക്കുമ്പോ ജീവൻ കൊണ്ടുള്ള ആ കളി കണ്ട് ഞാൻ ഭയക്കുമായിരുന്നു. എന്നാലിപ്പോ ആ കളിയാ എന്റെ ജീവൻ രക്ഷിച്ചത്. സമയത്ത് തന്നെ പണവുമായി നിന്റെ സുഹൃത്ത് വന്നതുകൊണ്ട് നിനക്ക് നിന്റെ അമ്മയുടെ കണ്ണീര് കാണേണ്ടി വന്നില്ല. എന്താടാ ഇത്? ബെറ്റ് ഞാൻ ജയിച്ചോന്നറിയാതെ. നീ ജയിക്കുമെന്ന് ഈ ബെറ്റ് കെട്ടുമ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു രാജ്. ഈ ബെറ്റിനെ കുറിച്ച് നിനക്കെങ്ങനെ അറിയാം? ആക്ച്വലി ഈ ബെറ്റ് വെപ്പിച്ചത് ഇവളാ. അതെ രാജ്, നീ നിന്റെ അച്ഛന് വേണ്ടി എന്റെ ജീവിതത്തിലേക്ക് വന്നു എന്നാണോ? അല്ല, ഞാൻ എനിക്ക് വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നു. 13 വർഷങ്ങളായി പരാജയം മാത്രം അറിഞ്ഞ് ജീവിച്ച എനിക്ക് എന്നും വിജയം മാത്രം നേടുന്ന നിന്നോട് ആരാധനയില്ല. ഒരു ബന്ധമില്ലാത്ത ആർക്കെങ്കിലും ഒക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ചപ്പോ നിന്നിലെ നന്മ ഞാൻ മനസ്സിലാക്കി. ആയുധങ്ങളുമായി നിന്ന സെക്യൂരിറ്റിയുടെ നടുവിൽ വെച്ച് ലെറ്റർ തന്നപ്പോ നിന്റെ ധൈര്യം എനിക്ക് ഇഷ്ടമായി. എന്റെ വീട്ടിൽ കയറുവെന്ന് എനിക്ക് ഫ്ലവർ തന്നപ്പോ നിന്റെ ചങ്കുറ്റം എനിക്ക് ഇഷ്ടമായി. എന്റെ ജീവിതത്തിൽ ഒരു ദിവസം മുഴുവൻ ഫ്രീ ആയി എൻജോയ് ചെയ്യാൻ അവസരം തന്നപ്പോ നിന്റെ സ്മാർട്ട്നെസ് എനിക്ക് ഇഷ്ടമായി. ഇന്ന് രാവിലെ അച്ഛന്റെ ഓപ്പറേഷൻ ആണെന്ന് അറിഞ്ഞിട്ട് പോലും അപകടത്തിലായ പെൺകുട്ടിയെ കൈവിടാതിരുന്നപ്പോ നിന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി. 1000 പേരിൽ ഒരാൾക്കുണ്ടാവുന്ന മനോധൈര്യം നിനക്കുണ്ട്. 1000 പേരിൽ ഒരാൾക്കുണ്ടാവുന്ന വാശി നിനക്കുണ്ട്. 1,00,000 പേരിൽ ഒരാൾക്കുണ്ടാവുന്ന ബുദ്ധിയും നിനക്കുണ്ട്. അതുകൊണ്ടാ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്തും ചെയ്യുന്ന എന്റെ ക്ലാസ്മേറ്റ് ജെയിംസിനെ നിന്റെ അടുത്തേക്ക് അയച്ച് ബെറ്റിന് വേണ്ടി എന്തും ചെയ്യുന്ന നിന്നെ കൊണ്ട് ബെറ്റ് വെപ്പിച്ചത്. ഇവളുടെ ദേഹത്തെങ്ങാനും കൈവച്ച ആ ജീവൻ ഞാൻ എടുക്കും. Hey!
പിടിച്ചോണ്ട് വേണം അവളെ. ജെയിംസ്, അവളുടെ പേര് അമ്മു എന്നാണെന്ന് നിനക്കെങ്ങനെ അറിയാം? എന്റെ അച്ഛനും അമ്മയും അല്ലാതെ എന്നെ ജെറിന്ന് വിളിക്കുന്നത് അമ്മ മാത്രം. ഇതെനിക്ക് അവള് തന്നതാ. അതെ, അങ്ങനെയാണെങ്കിൽ നീ സൂര്യനാരായണന്റെ മോനാണോ? ഒരു മിനിറ്റ് നിൽക്ക. ഹലോ അച്ഛാ, അച്ഛാ, രാജു വേറെ ആരുമല്ല, സൂര്യനാരായണ സാറിന്റെ മോന. ഇപ്പൊ എന്റെ ജീവൻ രക്ഷിക്കാൻ നല്ല പ്രധാനം.
ഒരു സത്യം മനസ്സിലാക്കാന്നുള്ളതാ ഇതുവരെ നീ മനസ്സിലാക്കാതിരുന്നൊരു സത്യം. ആ ദിവസം ഓരോരുത്തർക്കും പട്ടയം കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നടന്നത് അപകടമല്ലായിരുന്നു, മനഃപൂർവ്വം അത് സൃഷ്ടിച്ചതായിരുന്നു. രാജമംഗലം നിന്റെ അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു കോടീശ്വരനായ രഘുപതി. അവരിരുവരും തമ്മിലുള്ള സ്നേഹത്തിന്റെ പ്രതിഫലമായി രഘുപതിയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന 300 ഏക്കർ കൃഷിസ്ഥലം അവിടുത്തെ കൃഷിക്കാർക്ക് പാട്ടത്തിന് കൊടുത്തു. ബിസിനസ് ആവശ്യങ്ങൾക്കായി രഘുപതി ലണ്ടനിൽ പോയി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ അളിയൻ ബെല്ലാരിക്ക് ഒരു സത്യം മനസ്സിലായി. സർ, നിങ്ങളുടെ ഡൗട്ട് വളരെ കറക്റ്റാണ്. ഈ മണ്ണ് ഈ ഏരിയയിലെയാണ്, ഇതിൽ അയണോറില്ല. ഈ മണ്ണ് ഈ 1000 ഏക്കറിലേതാണ്, ഇതിൽ അയണോറുണ്ട്. ഇത് വിറ്റ് കിട്ടിയാൽ വീട്ടിലെ ബാത്റൂം വരെ സ്വർണം കൊണ്ട് പണിയാം. ഇനി എന്താ വേണ്ടത്? നിന്നെ ജനങ്ങൾക്കാർക്കും ഒരു സംശയവും വരാത്ത തരത്തിൽ മുകളിൽ പവർ പ്രോജക്റ്റും അടിയിൽ നമ്മുടെ പ്രോജക്റ്റും രണ്ടും കൂടി ഒരുമിച്ച് നമുക്കങ്ങ് നടത്താം. നിങ്ങൾ നന്നായി ആലോചിക്കുക. നമ്മുടെ ഈ പ്രോജക്റ്റ് ഇവിടെ വരികയാണെങ്കിൽ നമ്മുടെ നാട് സ്വർഗമാകും. സ്വർഗം. ഫാക്ടറിയുടെ പണി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർക്കൊക്കെ അവിടെ ജോലി കിട്ടും. ഏയ് എടാ രാജപ്പ, ചന്ദ്ര, എന്തൊക്കെയാണ് നിങ്ങൾ ഈ പറയുന്നത്? ഫാക്ടറി വരുന്നത് നല്ല കാര്യമാണെന്ന്. അതൊക്കെ ആ ബെല്ലാരി പറയുന്ന കാര്യങ്ങളല്ലേ. ആ ഭൂമിയിൽ ഇരുമ്പയിരിന്റെ അംശം ഉണ്ടെന്ന് മനസ്സിലാക്കി അവര് മറ്റെന്തൊക്കെയോ പ്ലാൻ ചെയ്യുക. ഇരുമ്പ് കുടിച്ചെടുത്താൽ ഞങ്ങൾക്കെന്ത്, സ്വർണം കുടിച്ചെടുത്താൽ ഞങ്ങൾക്കെന്ത്. ഇനിയും മണ്ണിൽ കിടന്ന് കഷ്ടപ്പെടണ്ടല്ലോ. വരട്ടെ. എന്താ ഇവർക്ക് പറ്റിയേ? ഇത്ര നാളും ചേട്ടൻ പറയുന്ന മാത്രം കേട്ടിട്ടിപ്പോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. സത്യം അവർ മനസ്സിലാക്കട്ടെ. രഘുപതി ലണ്ടനിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അവരോട് സംസാരിപ്പിക്കണം. അവരോട് ഞാൻ സംസാരിച്ചിട്ട് കാര്യമില്ല. നാട്ടിലൊരു നല്ല കാര്യം വരുമ്പോ തടയാൻ നോക്കുന്ന ഇവനൊക്കെ ചാകുന്നത് തന്നെ നല്ലത്. മുൻനിരയിൽ തന്നെ സൂര്യൻ ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. അവൻ എവിടെ പോയടാ? അളിയന്റെ പേരിൽ വഴിപാടുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് രാവിലെയാ പോയത് ശ്രീശൈലത്തേക്ക്. ഓ, സൂര്യനെ കണ്ടില്ലല്ലോ. അവൻ കമ്മ്യൂണിസ്റ്റ് അല്ലേടാ. കമ്മ്യൂണിസ്റ്റുകാർക്ക് എങ്ങനെ വിശ്വാസം ഉണ്ടാകാറില്ലല്ലോ. ഇപ്പൊ അവർക്കാ ഏറ്റവും വലിയ വിശ്വാസം. ചേട്ടാ, വേണ്ട, പോടാ. എന്റെ കൺമുമ്പിന്ന് പൊയ്ക്കോ. നമ്മുടെ ഈ നാട്ടിൽ ഇന്നു മുതൽ ഭൂമിയില്ലാത്തവരുണ്ടാകരുത്. എല്ലാവർക്കും അതുണ്ടാകണം. വരുന്ന പൗർണമി ദിവസം എന്റെ മകളുടെ പിറന്നാൾ ദിവസമാണ്. ആ ദിവസം ഈശ്വരന്മാരെ സാക്ഷി നിർത്തി എന്റെ മകളുടെ കൈകൊണ്ട് നിങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. ഏതെങ്കിലും കാരണത്താൽ അളിയനും കുടുംബത്തിനും വല്ല ഹാനിയും സംഭവിച്ചാൽ സ്വത്തുക്കൾ മുഴുവൻ ട്രസ്റ്റിലേക്ക് ചേരും. ഏത് കേസിന് ചില ഓട്ടകൾ ഉണ്ടാവുമല്ലോ. ശരിക്കൊന്ന് നോക്ക്. ഒരേ ഒരു വഴിയേ ഉള്ളൂ. രഘുപതി സാറിന്റെ അഭാവത്തിൽ അവകാശി അദ്ദേഹത്തിന്റെ മകളാണ്. 18 വയസ്സ് കഴിയുമ്പോൾ അവളുടെ മൈനോറിറ്റി തീരും. അതിനുശേഷം അവളുടെ ഒരേ ഒരു ഒപ്പുകൊണ്ട് ആ സ്വത്തുക്കൾ മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഇന്നു മുതൽ ഞാൻ മോളുടെ മാമനല്ല, അച്ഛനാ.
മോളുടെ അച്ഛൻ. പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായെന്നാണ് എല്ലാരും ധരിപ്പിച്ചത്. ജലം വീണ് കുതിരേണ്ട മണ്ണിൽ രക്തമാണ് വീണത്. മണ്ണിന് വേണ്ടി പോരാടിയ നിന്റെ അച്ഛൻ ആ മണ്ണിൽ തന്നെ മരിച്ചു വീണു. എല്ലാം ബെല്ലാരി പ്ലാൻ ചെയ്തതുപോലെ നടന്നു. അമ്മ ജീവിച്ചിരിക്കേണ്ട ആവശ്യമാണെന്ന് ബെല്ലാരിക്ക് നന്നായിട്ട് അറിയായിരുന്നു. എന്റെ കുടുംബത്തെ ഇല്ലാതാക്കിയവരെ ഞാൻ വെറുതെ വിടില്ല. ജെയിംസ്, ബെല്ലാരിക്ക് ഫോൺ ചെയ്യണ. എന്താടി എന്നെ കണ്ടിട്ട് നിനക്ക് പേടി തോന്നുന്നില്ലടി? നിങ്ങൾ എന്റെ അച്ഛനല്ലെന്നും എന്റെ അച്ഛനെ കൊന്ന രാക്ഷസനാണ് നിങ്ങളെന്നും അറിഞ്ഞപ്പോ പേടി പോയി. ഈ പ്രായം മുതൽ അവളെ വളർത്തിയ ഞാൻ അവളുടെ അച്ഛനല്ലെന്ന് അവൾ എങ്ങനെയാടോ അറിഞ്ഞത്? ശരിക്കും മേജറായ ദിവസം തന്നെ ബെല്ലാരിയുടെ വീട്ടിൽ നിന്ന് ഓടിപ്പോകാനുള്ള ഐഡിയ ഇവൾക്ക് എങ്ങനെ കിട്ടി വക്കീലെ? എന്നോട് എന്തിനാ ചോദിക്കുന്നേ? എനിക്കെങ്ങനെ അറിയാം? നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ ജെയിംസ് ഫോറസ്റ്റിൽ എന്തെടുക്കുകയായിരുന്ന? നിനക്കറിയില്ലെങ്കിൽ പിന്നെ നിന്റെ മകൻ ഇവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തിനാണ് ഇത്ര റിസ്ക് എടുത്ത് അവിടേക്ക് പോയത്? അതേടാ, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ എന്റെ മകൻ അമ്മുവിനെ രക്ഷിക്കാൻ ഫോറസ്റ്റ് പോയത്. യുദ്ധത്തിൽ മരിക്കുന്നതിന് മുമ്പ് വരെ പോരാടുന്നവനാണ് യഥാർത്ഥ സൈനികനെന്ന് പറഞ്ഞ് അവന് ധൈര്യം കൊടുത്തു വിട്ടത് ഞാനാടാ. ശരിക്കും ഈ കഥയ്ക്ക് എല്ലാ ചരടും വലിച്ചത് ഞാൻ തന്നെയാ. എന്താണ് എങ്ങനെ നോക്കുന്നത്? നിന്നെ പോലുള്ള ദുഷ്ടന്മാർ ചെയ്യുന്ന പാപങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നീ ആലോചിച്ച് നോക്ക്, അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞതെന്ന്. എല്ലാ സ്വത്തുക്കളും നിങ്ങളുടെ കയ്യിൽ വരണമെങ്കിൽ 13 വർഷം ക്ഷമയോടെ കാത്തിരിക്കും. അവൾ മേജറായ ശേഷം സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയല്ലടാ. അമ്മു നിങ്ങളുടെ നിഴലിൽ അതുവരെ സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അവൾക്ക് പക്വത വന്നപ്പോൾ ഞാൻ അവളെ എല്ലാ കാര്യങ്ങളും ബോധ്യപ്പെടുത്തി. അവളെ സംരക്ഷിക്കാൻ കരുത്തുള്ള ഒരു ആൺതുണ വേണമായിരുന്നു. അതുകൊണ്ടാ കത്തി കണ്ടാൽ ഭയക്കാത്ത, തോക്ക് കണ്ടാൽ വിറയ്ക്കാത്ത, ബോംബിന് മുന്നിൽ പതറാത്ത, എന്തിനേയും നേരിടാൻ കഴിവുള്ള ഒരുത്തനെ അവൾക്ക് വേണ്ടി ഞാൻ സെലക്ട് ചെയ്തത്. എന്റെ കൂടെ നിന്നിട്ട് എന്റെ ചോറ് കൊണ്ടിട്ട് നിനക്ക് എങ്ങനെ ചെയ്യാൻ തോന്നിയിടായത്? നിന്നെ കണ്ടു തന്നെയാടാ ഞാനിത് പഠിച്ചത്. കൊല്ലടാ. 1000 പടികളിൽ ദീപം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഒരു ദീപം അണഞ്ഞാലും ഒന്നും സംഭവിക്കില്ലെന്ന് തെളിയിച്ചവനാടാ എന്റെ മകൻ. ഇനി എന്നെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ വിധി എന്താവും ആലോചിച്ച് നോക്ക്. എന്താണ് ആലോചിക്കുന്നത്? ആ തെണ്ടി ചെറുക്കൻ ഞങ്ങളെയൊക്കെ അങ്ങ് ചീവി കളയുന്നു. തെണ്ടി ചെറുക്കനൊന്നും അല്ലടാ അവൻ. രാജമംഗലം ഓർമ്മയുണ്ടോ? 3ാമത്തെ വാർഡ്, 4ാമത്തെ സ്ട്രീറ്റ്, പഞ്ചായത്ത് ഓഫീസിന് അടുത്തുള്ള സൂര്യനാരായണനെ. സൂര്യനാരായണന്റെ മകൻ തന്നെയാടാ അവൻ. സൂര്യനാരായണന്റെ മകൻ? എന്താടാ അവൻ സൂര്യനാരായണന്റെ മകനോ? എന്താ ശരീരം മുഴുവൻ വിറയ്ക്കാൻ തുടങ്ങിയോ? ദൈവം എത്ര വലിയവനാണെന്ന് കണ്ടില്ലേ? പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവിച്ച ആ സൂര്യനാരായണന്റെ മകൻ തന്നെ ഞങ്ങളെ രക്ഷിച്ചു. ഇപ്പോഴവൻ ഇവിടേക്ക് വരുന്നുണ്ടാവും. അല്ല, എന്റെ ഭർത്താവ് വരുന്നുണ്ടാവും. നിരപരാധികളായ ഒരുപാട് പേരെ നിങ്ങൾ കൊന്നൊടുക്കിയല്ലോ. ഞങ്ങളെ 2 പേരെ അനാഥരാക്കി. നിങ്ങൾ ഇത്രയും കാലം ചെയ്ത ക്രൂരതയ്ക്ക് എണ്ണി എണ്ണി ഓരോന്നിനും നിങ്ങൾക്ക് അവനോട് മറുപടി പറയേണ്ടി വരുവാടാ. മരിച്ച മോനാ. സംസാരിക്കടാ, സംസാരിക്കേ.
ഇവളെ ഹാൻഡ് ഓവർ ചെയ്യണമെങ്കിൽ ഡോക്യുമെന്റ്സുമായിട്ട് അവൻ രാജമംഗലത്ത് വരാൻ പറ. എവിടെ നിന്നാണോ അവൻ രക്ഷപ്പെട്ടു പോയത് അവിടെ തന്നെ അവനെ തീർത്തേക്കാം. ഇല്ലെങ്കിൽ ഇവൾ ഇവിടെ ഇപ്പൊ അവസാനിക്കും. സംസാരിക്കാൻ. ഹലോ രാജു, ഞാൻ അമ്മൂനെയും കൊണ്ട് രാജമംഗലത്തേക്ക് വരാം. നീ പേപ്പേഴ്സോട്ട് അവിടേക്ക് വാ. അമ്മു ചാവൂന്നുള്ള ഭയം കൊണ്ട് പറഞ്ഞതല്ലടാ, നിങ്ങൾ അവിടെ ചെന്ന് അവന്റെ കൈ കൊണ്ട് ചാവൂന്നുള്ള സന്തോഷം കൊണ്ട് പറഞ്ഞതാ. അതേ നടത്തം, അതേ പൊക്കം, നിന്റെ അച്ഛനെ കാണുന്നത് പോലെ തന്നെയുണ്ട്. അതേ നാട്, അതേ ജനങ്ങൾ. പക്ഷെ ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് ചരിത്രമാകും. ചെറുക്ക, ചരിത്രം എഴുതാനുള്ള പ്രായം ആയില്ലടാ നിനക്ക്. എടോ കിഴവാ, ചരിത്രം എഴുതാൻ പ്രായം ഒരു പ്രശ്നമല്ല. ജനങ്ങൾ കൂടെ ഉണ്ടായാൽ മതി. അവരെപ്പോഴും എന്റെ കൂടെ തന്നെയുണ്ട്. എന്ത് കണ്ടിട്ടാടാ നീ ഇങ്ങനെ തിളയ്ക്കുന്നത്? എന്ത് കേട്ടാലും തുടല് പൊട്ടിക്കുന്ന ടൈപ്പ് അല്ല ഞാൻ. ഞാൻ പറഞ്ഞ വാക്ക് പ്രകാരം ഇതാ നിങ്ങൾ ചോദിച്ച ഡോക്യുമെന്റ്. അമ്മു എവിടെ? അമ്മു എവിടെ ഉണ്ടെന്ന് ഇവിടെയുള്ള ഓരോരുത്തർക്കും അറിയാം. പക്ഷെ ആരും വാ തുറക്കില്ല. ദേ അങ്ങോട്ട് നോക്ക്. പാവങ്ങൾ. 13 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥലത്ത് വെച്ച് മരിച്ചുപോയെന്ന് പറഞ്ഞ നീ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ് ഓടി വന്നതാ ഇവർ. ഞങ്ങൾക്ക് വേണ്ടത് സ്വത്താണ്, അവർക്ക് നിന്നെയും വേണം. നിനക്കോ നിന്റെ അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും വേണം. അതുപോട്ടെ, ബെറ്റിൽ വലിയ കിങ് അല്ലേ നീ? ജയമല്ലാതെ തോൽവി അറിഞ്ഞിട്ടില്ലാത്തവൻ. അതുകൊണ്ടെടാ പയ്യ, നമുക്കൊരു ബെറ്റ് അങ്ങ് വയ്ക്കാം. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ അമ്മു നിനക്ക്, ആ സ്വത്ത് നിനക്ക്. വളർത്തിയ അച്ഛന്റെ ജീവന് വേണ്ടി എന്റെ ജീവൻ പണയം വെച്ചവനാ ഞാൻ. അച്ഛന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ട് എത്ര പേരുടെ ജീവൻ എടുക്കാനും മടിക്കില്ല ഞാൻ. ജീവൻ എടുക്കുകയല്ല, ജീവൻ കൊടുക്കണം. 10 മിനിറ്റിനുള്ളിൽ പോകുന്ന ജീവനെ രക്ഷിക്കാൻ പറ്റുമോ? 10 മിനിറ്റിനുള്ളിൽ ചാകാൻ പോകുന്നത് ആരാണെന്ന് നിനക്കറിയണ്ടേ? ആവേശമൊന്നും വേണ്ട. ഏത് നാടിനു വേണ്ടിയാണോ നിന്റെ വേണ്ടപ്പെട്ടവരെല്ലാം ജീവൻ വെടിഞ്ഞത്, അതേ നാട്ടിൽ തന്നെ നിന്റെ അമ്മ ഉണ്ടടാ. ഈ രാജമംഗലം ദേശത്ത് 1000 പടിവാതിലുകളുണ്ട്. നിന്റെ അമ്മു എവിടെയാ ഉള്ളതെന്ന് കണ്ടുപിടിച്ച് ചത്തുപോയ നിന്റെ തന്തയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കടാ. ചെല്ലടാ.
ധ്യാനിക്കുക. ഈ നാടിന്റെ കാണപ്പെട്ട ദൈവങ്ങളായ ഞങ്ങളുടെ തമ്പുരാക്കന്മാരെ ചതിച്ചു കൊന്ന ഒറ്റ എണ്ണത്തിന് ബാക്കി വെച്ചേക്കരുത്. കൊല്ലണ പോലെ.